So next is quantum mechanics 7, and we are studying about the Bohr model. So as we know, Rutherford proposed the planetary model of the atom. Just like the solar system, the nucleus lies in the center of the atom, and electrons revolve around it in their orbits. But the revolution of the electron in a circular orbit is not expected to be stable. അതായത് റുദർഫോർഡ് എന്താണ് പ്രപ്പോസ് ചെയ്തത്? ഒരു പ്ലാനറ്ററി മോഡൽ ഓഫ് ആറ്റം ആണ് പ്രപ്പോസ് ചെയ്തത്. അപ്പോൾ സോളാർ സിസ്റ്റം പോലെയാണ് എന്ത് ചെയ്യുന്നത്, ആറ്റവും ഇരിക്കുന്നത് എന്നാണ് റുദർഫോർഡ് പറഞ്ഞത്. അതായത് ന്യൂക്ലിയസ് ലൈസ് ഇൻ ദ സെന്റർ ഓഫ് ദ ആറ്റം ആൻഡ് ഇലക്ട്രോൺസ് വിൽ റിവോൾവ് അറൌണ്ട് ഇറ്റ് ഇൻ ദർ ഓർബിറ്റ്സ്. അപ്പം ന്യൂക്ലിയസ് ആയിരിക്കും അതിന്റെ കേന്ദ്ര ബിന്ദു എന്ന് പറയുന്നത്, അല്ല കേന്ദ്രത്തിൽ ഇരിക്കുന്നത്. അതിന് ചുറ്റും എന്ത് ചെയ്യും, ഇലക്ട്രോൺസ് ഓർബിറ്റ്സിൽ റിവോൾവ് ചെയ്തുകൊണ്ടേയിരിക്കും. പക്ഷെ അങ്ങനെ റിവോൾവ് ചെയ്യുന്ന ഓർബിറ്റ് എന്ന് പറയുന്നത് സർക്കുലർ ഓർബിറ്റ് ആയിട്ടാണ് റുദർഫോർഡ് പ്രപ്പോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ സർക്കുലർ ഓർബിറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, അത് സാധാരണ സ്റ്റേബിൾ ആകാൻ സാധ്യതയില്ല. അപ്പോൾ എനി പാർട്ടിക്കിൾ ഇൻ എ സർക്കുലർ ഓർബിറ്റ് വുഡ് അണ്ടർഗോ ആക്സിലറേഷൻ. അപ്പോൾ എന്തുകൊണ്ടാണ് സർക്കുലർ ഓർബിറ്റ് എന്ന് പറയുന്നത് സ്റ്റേബിൾ അല്ല എന്ന് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, സർക്കുലർ ഓർബിറ്റിൽ പോകുന്ന പാർട്ടിക്കിളിന് എന്തുണ്ടാവും, ഒരു ആക്സിലറേഷൻ ഉണ്ടാവും. ഡ്യൂറിങ് ആക്സിലറേഷൻ ചാർജ് പാർട്ടിക്കിൾസ് വുഡ് റേഡിയേറ്റ് എനർജി, thus the revolving electron would lose energy and finally fall into the nucleus. അപ്പോൾ റിവോൾവിംഗ് ഇലക്ട്രോൺ എന്ത് ചെയ്യും, ഇത് ആക്സിലറേഷൻ കാരണം എന്ത് ചെയ്യും, എനർജി ലോസ് ചെയ്തുകൊണ്ടേയിരിക്കും. അങ്ങനെ അവസാനം എന്ത് ചെയ്യും, ലോസ് ചെയ്ത് അവസാനം ന്യൂക്ലിയസിലേക്ക് ഫോൾ ചെയ്യും. ഇഫ് ദിസ് വെയർ സോ, ദ ആറ്റം ഷുഡ് ബി ഹൈലി അൺസ്റ്റേബിൾ ആൻഡ് ഹെൻസ് മാറ്റർ വുഡ് നോട്ട് എക്സിസ്റ്റ് ഇൻ ദ ഫോം ദാറ്റ് വി നോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, മാറ്റർ എക്സിസ്റ്റ് ചെയ്യത്തില്ല അല്ലേ. കാരണം എല്ലാ ഇലക്ട്രോൺസും എന്ത് ചെയ്യും, അവസാനം ന്യൂക്ലിയസിൽ ഒന്ന് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ എന്തുണ്ടാകത്തില്ല, പിന്നെ ആറ്റമേ എക്സിസ്റ്റ് ചെയ്യത്തില്ല. അപ്പോൾ അതുവഴി മാറ്റർ നമുക്കിന്നറിയാവുന്ന ഫോമിൽ ഉണ്ടാവത്തില്ല. So next is, as the electron spiral inwards, their angular velocities and frequency would change continuously, and so will the frequency of the energy emitted. അപ്പോൾ ഇലക്ട്രോൺ അകത്തേക്ക് സ്പൈറൽ ചെയ്യുന്ന സമയത്ത് എന്തുണ്ടാവും, അതിൻ്റെ ആംഗുലർ വെലോസിറ്റിയും ഫ്രീക്വൻസിയും കണ്ടിന്യൂസ് ആയിട്ട് വേരി ചെയ്യുകയും അതുവഴി എന്ത് വേരി ചെയ്യും, അതിൻ്റെ ഫ്രീക്വൻസി ഓഫ് ദി എനർജി എമിഷനും എന്ത് ചെയ്യും, കണ്ടിന്യൂസ് ആയിട്ട് വേരി ചെയ്യും. ദസ് ദേ വുഡ് എമിറ്റ് എ കണ്ടിന്യൂസ് സ്പെക്ട്രം. അപ്പോൾ അതുവഴി നമുക്ക് എന്തായിരിക്കും കാണാൻ കഴിയുക, ഒരു കണ്ടിന്യൂസ് സ്പെക്ട്രം ആയിരിക്കും കാണാൻ കഴിയുക. അതിൻ്റെ എമിഷനായിട്ട് കാണാൻ കഴിയുന്നത് എന്തായിരിക്കും, കണ്ടിന്യൂസ് സ്പെക്ട്രം ആയിരിക്കും. ഇൻ കോൺട്രാസ്റ്റ് ടു ദ ലൈൻ സ്പെക്ട്രം ആക്ച്വലി ഒബ്സർവ്ഡ്. പക്ഷേ സാധാരണ നമ്മൾ എന്താ കാണുന്നത്, ലൈൻ സ്പെക്ട്രം ആണ് കാണുക, അല്ല കണ്ടിന്യൂസ് സ്പെക്ട്രം അല്ല കാണുക. അപ്പോൾ അതെന്തുകൊണ്ടാണെന്നുള്ളതാണ് അടുത്ത പ്രോബ്ലം. നെക്സ്റ്റ് ഈസ് എമിഷൻ സ്പെക്ട്രം ഓഫ് ഹൈഡ്രജൻ. അപ്പോൾ എമിഷൻ സ്പെക്ട്രം ഓഫ് ഹൈഡ്രജൻ എന്ന് പറയുന്നത്, ആദ്യം നമ്മളിപ്പോൾ ഒരു കമ്പാരിസണിന് വേണ്ടിയിട്ട് നമുക്ക് സാധാരണ ഒരു ഇലക്ട്രിക് ആർക്ക്, ഇഫ് യു പാസ് ദ ലൈറ്റ് ത്രൂ എ സ്ലിറ്റ് ആൻഡ് then through a prism, it finally falls on a detector, say a photographic plate, we can see a continuous spectrum. That means a VIBGYOR, that means all the colors are present in that spectrum. That is called as a continuous spectrum. അതായത് നമ്മളൊരു ഇൻകാൻഡസെന്റ് ബൾബ് എടുക്കുന്ന സമയത്ത് എന്തുണ്ടാവും, ഇൻകാൻഡസെന്റ് ആയിട്ടുള്ള ബൾബ് എടുക്കുന്ന സമയത്ത് കിട്ടുന്ന സ്പെക്ട്രം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, കണ്ടിന്യൂസ് സ്പെക്ട്രം ആയിരിക്കും. അതായത് എല്ലാ ഹോട്ട് ബോഡിക്കും അല്ലേ, എല്ലാ ഹോട്ട് ബോഡിയുടെയും സ്പെക്ട്രം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, കണ്ടിന്യൂസ് സ്പെക്ട്രം ആയിരിക്കും. പക്ഷെ അതേസമയം നമ്മളിപ്പോൾ ഒരു ഹൈഡ്രജൻ ട്യൂബിലൂടെ നമ്മൾ ഒരു ആർക്ക് പാസ് ചെയ്യാമെന്ന് വിചാരിക്കുക, അല്ലെ ഹൈഡ്രജൻ ട്യൂബിൽ ആർക്ക് ജനറേറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുക. അപ്പോൾ എന്ത് ചെയ്യും, ലൈറ്റ് അതിൽ നിന്ന് എമിറ്റ് ചെയ്യും. ഇത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സ്ലിറ്റിൽ കൂടെ പാസ് ചെയ്ത് പ്രിസം വഴി ഇവിടെ ഫോളോ ചെയ്യും. ഒരു ഡിറ്റക്ടറിൽ അഥവാ ഫോട്ടോഗ്രാഫിക് പ്ലേറ്റിൽ ഫോളോ ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്താ കാണുന്നത്, ഇതേപോലെ കണ്ടിന്യൂസ് സ്പെക്ട്രം അല്ല കാണുക, പകരം ഡിസ്ക്രീറ്റ് ആയിട്ടുള്ള ഒരു ലൈൻ സ്പെക്ട്രം ആണ് കാണുക. അപ്പോൾ ആ പാറ്റേഴ്സിന് നമ്മൾ ഹൈഡ്രജൻ ലാമ്പ് സെറ്റപ്പ് എന്ന് പറയും. അപ്പോൾ ഹൈഡ്രജൻ ലാമ്പ് സെറ്റപ്പ് വഴി നമ്മൾ എന്ത് ചെയ്യും, അതായത് ഒരു ബീം ഓഫ് ലൈറ്റിനെ നമ്മൾ എവിടെ ഫോളോ ചെയ്യും, ഫോട്ടോഗ്രാഫിക് പ്ലേറ്റിൽ ഫോളോ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഡിസ്ക്രീറ്റ് ലൈൻസ് ആയിരിക്കും കാണാൻ കഴിയുക. അപ്പോൾ അതിൻ്റെ കറസ്പോണ്ടിങ് വേവ് ലെങ്തുകളാണ് താഴെ കാണിച്ചിരിക്കുന്നത്. അതായത് 410 നാനോമീറ്ററിൽ, 434 നാനോമീറ്ററിൽ, 486 നാനോമീറ്ററിൽ, അതുപോലെ 656 നാനോമീറ്ററിൽ ഉള്ള ഡിസ്ക്രീറ്റ് ആയിട്ടുള്ള ലൈൻസ് ആയിട്ടാണ് സാധാരണ കാണുക. അല്ലാതെ നമ്മൾ ഇതേപോലെ എന്ത് കാണുന്നില്ല, ഹോട്ട് ബോഡിയുടെ കേസിൽ പോലെ നമ്മളൊരു കണ്ടിന്യൂസ് സ്പെക്ട്രം കാണുന്നില്ല. അപ്പോൾ അതെന്തുകൊണ്ടായിരിക്കും, ദാറ്റ് മീൻസ് ഹൈഡ്രജൻ എന്ത് അബ്സോർബ് ചെയ്തിട്ടുണ്ടാകും, ചില പർട്ടിക്കുലർ ബാൻഡുകളെല്ലാം അബ്സോർബ് ചെയ്തിട്ട് ചില പർട്ടിക്കുലർ എനർജി ബാൻഡുകൾ മാത്രമേ എന്ത് ചെയ്യുന്നുണ്ടാകത്തുള്ളൂ, പുറത്തേക്ക് എമിറ്റ് ചെയ്യുന്നുള്ളൂ. ബാക്കിയെല്ലാം അബ്സോർബ് ചെയ്യും, ഹൈഡ്രജൻ അബ്സോർബ് ചെയ്യും എന്നാണ് അതിൻ്റെ അർത്ഥം. സോ ദാറ്റ് ഈസ് വൈ വി സീ ഡിസ്ക്രീറ്റ് ലൈൻസ് ഇൻ ദ ഫോട്ടോഗ്രാഫിക് പ്ലേറ്റ്. So that is the emission spectrum of hydrogen. Now next, Niels Bohr, a Danish physicist, successfully explained the spectrum of hydrogen atom and presented Bohr's atomic model. So നീൽ ബോർ എന്ന ഒരു
ഡെൻമാർക്കിയൻ ഫിസിസിസ്റ്റ്, അതാണ് ഡാനിഷ് ഫിസിസിസ്റ്റ് എന്ന് പറയുക. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു, ഈ ഹൈഡ്രജൻ ആറ്റത്തിന്റെ സ്പെക്ട്രത്തിനെ സക്സസ്ഫുൾ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുകയും ഒരു അറ്റോമിക് മോഡൽ പ്രപ്പോസ് ചെയ്യുകയും ചെയ്തു. ആ അറ്റോമിക് മോഡലിന്റെ പേരാണ് ബോഴ്സ് അറ്റോമിക് മോഡൽ എന്ന് പറയുന്നത്. ആൻഡ് ഹി വാസ് അവാർഡ് നോബൽ പ്രൈസ് ഇൻ 1922. അതിന് 1922 അദ്ദേഹത്തിന് നോബൽ പ്രൈസ് ലഭിക്കുകയും ചെയ്തു. സോ വാട്ട് ഈസ് ദ ബോർ മോഡൽ ഓഫ് ആറ്റം? ബോർ മോഡൽ എന്ന് പറയുന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം. So in the Bohr model of atom we can see electrons revolve around the nucleus in definite energy levels called orbits or shells in an atom and without radiating energy. So what we see electrons revolve around the nucleus in definite energy levels. അല്ലെ, definite ആയിട്ടുള്ള എനർജി ലെവൽസിനാണ് ആര് റിവോൾവ് ചെയ്യുന്നത്, ഇലക്ട്രോൺസ് ന്യൂക്ലിയസിന് ചുറ്റും റിവോൾവ് ചെയ്യുന്നത്. അങ്ങനെ ആ എനർജി ലെവൽസിനെ നമ്മൾ ഓർബിറ്റ്സ് എന്നോ അല്ലെങ്കിൽ ഷെൽസ് എന്നോ പറയും ഇൻ ആൻ ആറ്റം. അതേസമയം ഇലക്ട്രോൺസ് ഈ ഡെഫിനറ്റ് ആയിട്ടുള്ള എനർജി ലെവൽസിൽ റിവോൾവ് ചെയ്യുന്ന സമയം അതെന്ത് റേഡിയേറ്റ് ചെയ്തില്ല, പുറത്തേക്ക് എനർജി റേഡിയേറ്റ് ചെയ്തില്ല എന്നാണ് ബോർ പറഞ്ഞത്. സോ ആസ് ലോങ് ആസ് ആൻ ഇലക്ട്രോൺ റിമെയിൻ ഇൻ എ ഷെൽ ഇറ്റ് നെവർ ഗെയിൻസ് ഓർ ലോസസ് എനർജി. അപ്പോൾ ഒരു ഇലക്ട്രോൺ ഒരു ഷെല്ലിൽ ഉണ്ടാകുന്ന സമയത്ത് അത് എനർജി ഗെയിൻ ചെയ്യുകയോ ലോസ് ചെയ്യുകയോ ചെയ്യുന്നില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. സോ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഷെല്ലുകൾ ഇവിടെ കാണിച്ചിട്ടുണ്ട്. കെ ഷെല്ലാണ് ഏറ്റവും ഇന്നർമോസ്റ്റ് ഷെൽ എന്ന് പറയുന്നത്. പിന്നെ എല്, പിന്നെ എം, പിന്നെ എൻ, അങ്ങനെ ഷെല്ലുകൾ കാണിച്ചിട്ടുണ്ട് കേട്ടോ. സെൻട്രലിൽ ആരുണ്ട്, പോസിറ്റീവ് ചാർജ്ഡ് ആയിട്ടുള്ള ന്യൂക്ലിയസും ഉണ്ട്. അപ്പോൾ അടുത്തായിട്ട് ബോറിന്റെ ഒരു പോസ്റ്റുലേറ്റ് ആണ് പറയുന്നത്, ദാറ്റ് ഈസ് ദ ആംഗുലർ മൊമെന്റം. അപ്പം ആംഗുലർ മൊമെന്റത്തിന് നമുക്ക് MBR എന്ന് എടുക്കാം. ഒരു സർക്കുലർ ഓർബിറ്റിന്റെ കേസിൽ അത് MBR എന്ന് എടുക്കാം. ജനറലി നമുക്ക് MBR sin θ എന്ന് പറയാം, പക്ഷേ ഫോർ സർക്കുലർ ഓർബിറ്റ് വി ക്യാൻ അസ്യൂം ഇറ്റ് ആസ് MBR. അപ്പം ഇലക്ട്രോൺ ഈസ് ഈക്വൽ ടു NH/2π ഓർ NH കട്ട് എന്ന് നമുക്ക് എടുക്കാം. ദ ആംഗുലർ മൊമെന്റ് ഓഫ് എൻ ഓർബിറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ഇറ്റ്സ് ക്വാണ്ടം നമ്പർ n. അപ്പോൾ അതിന്റെ ക്വാണ്ടം നമ്പർ ആണ് n എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ദ ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് ദ ഫാക്ടർ h/2π. അപ്പോൾ ആംഗുലർ മൊമെന്റം ഒരു ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് ദ ഫാക്ടർ h/2πയുടെ അല്ലെ h കട്ടിന്റെ ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ആണെന്ന് ആണ് ബോറിന്റെ ഫസ്റ്റ് പോസ്റ്റുലേറ്റ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് MBR ഈസ് ഈക്വൽ ടു NH/2π വേർ n വേരീസ് ഫ്രം 1 2 3 4 എക്സെട്ര. അതാണ് ദാറ്റ് ഈസ് ദ ഫസ്റ്റ് പോസ്റ്റുലേറ്റ് ഓഫ് ബോർ. സോ നമുക്ക് വലതുവശത്ത് കാണാം, രണ്ട് എനർജി ലെവൽ തന്നിട്ടുണ്ട്. അപ്പോൾ ഇലക്ട്രോൺ ആദ്യം ഗ്രൗണ്ട് സ്റ്റേറ്റിൽ അല്ലെങ്കിൽ n=1 എന്ന് പറയുന്ന സ്റ്റേറ്റിൽ നിന്ന് n=2 എന്ന് പറയുന്ന സ്റ്റേറ്റിലേക്ക് പോവുകയാണെങ്കിൽ എന്ത് വേണം, അതിന് hν എന്ന് പറയുന്ന ഒരു എനർജി അത് അബ്സോർബ് ചെയ്യണം. അബ്സോർബ് ചെയ്തതിന് ശേഷമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഇലക്ട്രോണിന് n=1 നിന്ന് n=2ലേക്ക് പോകാൻ കഴിയും. അതേസമയം n=2 നിന്ന് n=1ലേക്ക് വരുന്ന ഒരു ഇലക്ട്രോണിനോ പുറത്തേക്ക് എന്ത് ചെയ്യും, അതൊരു എനർജി എമിറ്റ് ചെയ്യും. അതിനെയാണ് -hν എന്ന് കാണിച്ചിരിക്കുന്നത്. സോ അടുത്തത് സെക്കൻഡ് പോസ്റ്റുലേറ്റ് ആണ് ബോറിന്റെ. Bohr postulated that emission or absorption of radiation occurs only when the electron makes a transition from one stationary state to another. അതായത് ഒരു സ്റ്റേഷണറി സ്റ്റേറ്റിൽ നിന്ന് മറ്റേ സ്റ്റേഷണറി സ്റ്റേറ്റിലേക്ക് പോകുന്ന സമയത്ത് മാത്രമേ എന്തുണ്ടാകത്തുള്ളൂ, എമിഷൻ ഓർ അബ്സോർപ്ഷൻ ഓഫ് റേഡിയേഷൻ ഉണ്ടാകത്തുള്ളൂ. The radiation has a definite frequency μmn given by the condition hνmn is equal to Em minus En. അപ്പോൾ hνmn എന്ന് പറയുന്നത് എന്തായിരിക്കും, ആ സ്റ്റേഷണറി സ്റ്റേറ്റുകളുടെ എന്തായിരിക്കും, ഡിഫറൻസ് ആയിരിക്കും അല്ലെ, എനർജിയുടെ ഡിഫറൻസ് ആയിരിക്കും. ദാറ്റ് ഈസ് Em minus En ആയിരിക്കും hνmn എന്ന് പറയുന്നത്. അതാണ് ബോറിന്റെ രണ്ടാമത്തെ പോസ്റ്റുലേറ്റ്. നെക്സ്റ്റ്, അക്കോർഡിംഗ് ടു ബോർ മോഡൽ ദർ എക്സിസ്റ്റ് കൂളംബിക് അട്രാക്ഷൻ ബിറ്റ്വീൻ ഇലക്ട്രോൺ ആൻഡ് ന്യൂക്ലിയസ്. അപ്പോൾ ബോറിന്റെ മോഡൽ അനുസരിച്ച് എന്ത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, കൂളംബിക് അട്രാക്ഷനും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഹവർ ക്ലാസിക്കൽ ഫിസിക്സ് അണേബിൾ ടു എക്സ്പ്ലെയിൻ വൈ ഹൈഡ്രജൻ ആറ്റം ഡസന്റ് സിംപ്ലി കൊലാപ്സ്. ഈ കൂളംബിക് അട്രാക്ഷൻ ഉണ്ടായിട്ടും ഹൈഡ്രജൻ ആറ്റം എന്തുകൊണ്ട് കൊലാപ്സ് ചെയ്യുന്നില്ല എന്ന് പറയാൻ ആർക്ക് കഴിയുന്നില്ല, ക്ലാസിക്കൽ ഫിസിക്സിന് കഴിയുന്നില്ല എന്നുള്ളതാണ്. അടുത്തായിട്ട് എമിഷൻ സ്പെക്ട്രം ഓഫ് ഹൈഡ്രജൻ ആണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആ സ്പെക്ട്രത്തിൽ നമ്മൾ നോക്കുന്ന സമയത്ത് ഏറ്റവും താഴത്തെ ലെവൽ, അതായത് n=1 ഉണ്ട്, പിന്നെ n=2 n=3 അങ്ങനെ പോവുകയാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ സ്പേസിങ് നോക്കുന്ന സമയത്ത് വളരെ വിചിത്രമായൊരു സംഗതി കാണാൻ കഴിയും. അതായത് ആദ്യത്തെ രണ്ട് ലെവലുകൾ തമ്മിൽ എന്തുണ്ട്, വളരെയധികം ഗ്യാപ്പ് ഉണ്ട് അല്ലേ. അത് കഴിഞ്ഞിട്ട് പിന്നെ തൊട്ടടുത്ത ലെവലിലേക്ക് നേരത്തെ ഉണ്ടായിരുന്ന അത്രയും ഗ്യാപ്പില്ല, കുറച്ച് കുറവാണ്. പിന്നെ അങ്ങനെ കുറഞ്ഞ് വരികയാണ്. അപ്പോൾ ഈ റെഡ് റേഡിയേഷൻ എന്ന് പറയുന്നത് എന്താണ്, അത് ഒരു ഇലക്ട്രോൺ മേളത്തെ ഇതിൽ നിന്ന് എന്ത് ചെയ്യുന്നത്, താഴേക്ക് ജമ്പ് ചെയ്യുന്നതിനെയാണ് നമ്മളിങ്ങനെ സിക്സ് ആഗ് ആയിട്ട് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ പുറത്തേക്ക് എമിറ്റ് ചെയ്യുന്ന റേഡിയേഷൻ ആണ് നമുക്കെങ്ങനെ പറയാം, hν എന്ന് പറയാം, അല്ലെ hν1 എന്ന് പറയാം, which can be written as hc/λ1 എന്ന് നമുക്ക് എഴുതാം. And we can denote that difference in energy as delta E1. Similarly, from say n=3 to n=1, അപ്പോൾ അതിനെ നമുക്ക് ഡെൽറ്റ E2 എന്ന് എടുക്കാം, which is equal to hc/λ2 എന്ന് എടുക്കാം. അതുപോലെ അതിൻ്റെ മേളത്തെ ലെവലിൽ നിന്ന് 1ലേക്ക് വരുന്നതിന് നമുക്ക് ഡെൽറ്റ E3 എന്ന് എടുക്കാം, which is equal to hc/λ3
ലാംഡ 3 എന്ന് എടുക്കാം. അങ്ങനെ നമുക്ക് വേരിയസ് എനർജി ലെവൽസ് ഇൻ ദ ഹൈഡ്രജൻ ആറ്റം നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ കഴിയും. So we can use the emission spectrum to determine the energy levels for the hydrogen atom. So next is the Balmer model. ഇപ്പോൾ ആദ്യമായിട്ട് ബാമർ എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ് എന്ത് ചെയ്തത്, ഈ ഫ്രീക്വൻസി ഓഫ് വിസിബിൾ ലൈൻസ് ഇൻ ദ ഹൈഡ്രജൻ ആറ്റം സ്പെക്ട്രം ഒരു എംപിറിക്കൽ ഫോർമുല വഴി റെപ്രസെന്റ് ചെയ്യാൻ ശ്രമിച്ചത്. Johann Balmer in 1885 first noticed that the frequency of visible lines in the hydrogen atom spectrum could be reproduced by nu is directly proportional to 1 by 2 square minus 1 by n square എന്നുള്ളത്, where n is equal to 3, 4, 5. അപ്പോൾ ഇതിനേക്കാൾ ഒന്ന് കൂടുതലായിരിക്കും ഇവിടെ 2 ആണ്. അപ്പോൾ 2വിനേക്കാൾ ഒന്ന് കൂടുതലായിട്ടാണ് ഇവിടെ തുടങ്ങുക. സോ n is equal to 3, 4, 5 അങ്ങനെ പോകും. So he said that nu is directly proportional to 1 by 2 square minus 1 by n square. അപ്പോൾ അങ്ങനെ frequency of visible lines നമുക്ക് ഈ ഒരു റിലേഷൻ ഉപയോഗിച്ച് നമുക്ക് റെപ്രസെന്റ് ചെയ്യാം എന്ന് പറഞ്ഞാണ് ജോഹാൻ ബാമർ in 1885. The above equation predicts that as n increases the frequencies become more closely spaced. അപ്പോൾ അതിനനുസരിച്ച് എന്ത് ചെയ്യും, n കൂടുന്നതനുസരിച്ച് ഫ്രീക്വൻസീസ് എന്ത് ചെയ്യും, കൂടുതൽ ക്ലോസ്ലി സ്പേസ്ഡ് ആയിരിക്കും, അത് കൂടുതൽ അടുത്ത് വരും. Next is the Rydberg model. Johannes Rydberg extends the Balmer model by finding more emission lines outside the visible region of the spectrum. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു, ബാമർ മോഡൽ പറയുന്നതിനേക്കാൾ കൂടുതൽ എമിഷൻ ലൈൻസ് ഈ വിസിബിൾ റീജിയന് പുറത്ത് കാണാൻ കഴിഞ്ഞു. ന്യൂ ഈസ് ഈക്വൽ ടു, അദ്ദേഹം ഒരു എംപിറിക്കൽ ഫോർമുല പറഞ്ഞു, അതാണ് ന്യൂ ഈസ് ഈക്വൽ ടു RH ഇൻറ്റു 1 by NF സ്ക്വയർ മൈനസ് NI സ്ക്വയർ, where NF is equal to 1, 2, 3 etc. and NI is equal to NF plus 1, NF plus 2 അങ്ങനെ പോകും. So we can represent it as in terms of wavelength also, that is 1 by lambda is equal to RH into 1 by NF square minus 1 by NI square എന്നും എഴുതാം. നമുക്ക് എഴുതാം, ഫ്രീക്വൻസി നമുക്ക് വേവ്ലെങ്തിന്റെ ടൈംസിലേക്ക് മാറ്റി എഴുതാം. where RH is equal to 1.097 into 10 raised to 7 per meter or 3.29 into 10 raised to 15 hertz. അപ്പോൾ അങ്ങനെ രണ്ട് രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ കോൺസ്റ്റന്റിനെ നമുക്ക് റെപ്രസെന്റ് ചെയ്യാം, which is called as a Rydberg constant. And this model says that the energy levels of the hydrogen atom are proportional to 1 by n square. അല്ലെ 1 by n square-ന് പ്രൊപ്പോർഷണൽ ആണെന്നാണ് ഈ മോഡൽ സജസ്റ്റ് ചെയ്തത്. There are fixed energy states that can be related to integers, say 1, 2, 3 for the energies of the electrons in a hydrogen atom. അപ്പോൾ അതിന് ഫിക്സഡ് ആയിട്ടുള്ള എനർജി സ്റ്റേറ്റ്സ് ഉണ്ടല്ലേ, അതിനെ ഇൻറ്റിജേഴ്സ് വെച്ച് നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. 1, 2, 3 എന്ന് പറയുന്ന അങ്ങനെയുള്ള ഇൻറ്റിജേഴ്സ് വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും, ഓരോ കറസ്പോണ്ടിങ് എനർജീസ് ഓഫ് ദ ഇലക്ട്രോൺസ് ഇൻ എ ഹൈഡ്രോജൻ ആറ്റം. സോ അപ്പോൾ ഈ രണ്ട് മോഡലിന്റെയും ഒരു എക്സ്റ്റൻഷൻ ആണ് ആര് പ്രൊഡ്യൂസ് ചെയ്തത്, ബോർ പ്രൊഡ്യൂസ് ചെയ്തത്. So if you want to calculate the potential energy value En of the individual quantum levels, n is equal to 1, 2, 3, then En എന്ന് പറയുന്നത് നമുക്ക് ഇങ്ങനെ എഴുതാം, -RH by 1 by n the whole square എന്ന് എഴുതാം. നമ്മൾ അതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഈ നെഗറ്റീവ് സൈൻ എങ്ങനെ വന്നു എന്നുള്ളതാണ്. That is on the absolute energy scale, a free electron is assigned a value of 0 joules. അപ്പോൾ ഒരു ഫ്രീ ഇലക്ട്രോണിനെ നമ്മൾ 0 joules എന്നാണ് അസൈൻ ചെയ്യുക. This would correspond to an infinite level in the atom or E infinity. അപ്പോൾ അതിനെ അതിന്റെ എനർജി ലെവൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ എങ്ങനെ നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ, E infinity എന്ന് റെപ്രസെന്റ് ചെയ്യാം. This also means that all energy levels in the atom are below this value and are therefore negative. അപ്പോൾ ബാക്കിയുള്ള എല്ലാ എനർജി ലെവലും എന്തായിരിക്കും, ഈ ഫ്രീ ഇലക്ട്രോൺ റെപ്രസെന്റ് ചെയ്യുന്ന എനർജി ലെവലിലും താഴെയായിരിക്കും. അപ്പോൾ സോ നമുക്ക് അതിനെ എന്തെന്ന് പറയാം, നെഗറ്റീവ് എന്ന് പറയാം. എന്തായാലും 0 ജൂൾസിലും താഴെയായിരിക്കും. അപ്പോൾ സോ ഇറ്റ് ക്യാൻ ബി കൺസിഡർഡ് ആസ് നെഗറ്റീവ്. നെക്സ്റ്റ് ഈസ് ദ ബോർ മോഡൽ. സോ ആസ് ഐ സെഡ്, ബോർ മോഡൽ ഈസ് ആൻ എക്സ്റ്റൻഷൻ ഓഫ് ബാമർ ആൻഡ് റൈഡ്ബർഗ് model. So Bohr model for the hydrogen atom is capable of reproducing the energy levels given by the empirical formulas of Balmer and Rydberg, where energy can be represented as -2.178 into 10 raised to -18 into Z square by n square എന്ന് നമുക്ക് എഴുതാം. Z is atomic number and for hydrogen it is 1. hydrogen 1 ആയിരിക്കും, അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം, 1 by n square എന്ന് തന്നെ എഴുതാം. where n is integers 1, 2, 3 etc. So we can say the Rydberg energy that can be represented as Ry, and 1 Ry is equal to RH into Hc, where Hc is the Planck's constant. അപ്പോൾ ആ വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും, -2.178 into 10 raised to -18 ജൂൾസ് ആയിരിക്കും. ജൂൾസിൽ നമ്മൾ റെപ്രസെന്റ് ചെയ്യുമ്പോൾ -2.178 into 10 raised to -18 ജൂൾസ് ആയിരിക്കും. അതിനെ നമ്മൾ ഇലക്ട്രോൺ വോൾട്ടിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോഴോ നമുക്ക് കിട്ടുന്നത് -13.6 ഇലക്ട്രോൺ വോൾട്ട് എന്നായിരിക്കും. അതിനാണ് നമ്മൾ റൈഡ്ബർഗ് എനർജി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് കാണാൻ കഴിയും, എനർജി ലെവൽസ് ഗെറ്റ് ക്ലോസർ ടുഗദർ ആസ് n ഇൻക്രീസ്. n കൂടുന്നതനുസരിച്ച് എന്ത് ചെയ്യും, എനർജി ലെവൽ
ക്ലോസറായി വരും. നെക്സ്റ്റ് ഈസ് എ സ്പെക്ട്രൽ സീരീസ് ഓഫ് ഹൈഡ്രജൻ. ഹൈഡ്രജൻ്റെ സ്പെക്ട്രൽ സീരീസ് ആണ് അടുത്തതായിട്ട് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് തന്നെ അറിയാം ഹൈഡ്രജൻ്റെ സ്പെക്ട്രൽ സീരീസ് എന്ന് പറയുന്നത് അതിനകത്ത് different series exist. That is the most prominent one is the Lyman series. Next is the Balmer series, Paschen series, Brackett series and Fund series. അപ്പോൾ അത്രയൊന്നും ഫേമസ് അല്ലാത്ത ഹംഫ്രി സീരീസും ഉണ്ട്. പിന്നെ അതിന് മുകളിലേക്കും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ അതിനൊന്നും നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഒരു പ്രത്യേക പേരിട്ട് അല്ലെങ്കിൽ ഒരു പ്രത്യേക പേരിട്ട് അതിനെയൊന്നും അറിയപ്പെടുന്നില്ല. സോ ആദ്യമായിട്ട് നമുക്ക് നോക്കാൻ പറ്റുന്ന ലൈമൻ സീരീസ് ആണ്. അപ്പോൾ ആ ലൈമൻ സീരീസ് എന്ന് പറഞ്ഞാൽ UV റേഞ്ച്, അത് അൾട്രാ വയലറ്റ് റേഞ്ചിലാണ് നമുക്ക് അത് വിസിബിൾ ആയിട്ടുള്ളത്. നിങ്ങൾക്ക് തന്നെ കാണാം. അപ്പോൾ എല്ലാ n=1 എന്ന് പറയുന്ന ലെവലിലേക്കുള്ള ട്രാൻസിഷൻസ് ആയിട്ടാണ് ലൈമൻ സീരീസിനെ അറിയപ്പെടുന്നത്. അത് n=2 നിന്ന് 1ലേക്ക്, 3 നിന്ന് 1ലേക്ക്, 4 നിന്ന് 1ലേക്ക്, 5 നിന്ന് 1ലേക്ക്, അങ്ങനെ എല്ലാ ലെവൽസിൽ നിന്നും n=1 എന്ന് പറയുന്ന ആ ലെവലിലേക്കുള്ള ട്രാൻസിഷൻസ് ആണ് നമ്മൾ ലൈമൻ സീരീസ് ആയിട്ട് പറയുക. ആൻഡ് ഇറ്റ് ഫോൾസ് ഇൻ ദ UV റേഞ്ച്. The Lyman series includes the lines emitted by transitions of the electron from an outer orbit of quantum number n greater than 1 to the first orbit of quantum number n=1. The series is named after its discoverer Theodore Lyman, who discovered spectral lines. അപ്പോൾ തിയഡോർ ലൈമാൻ എന്ന സയന്റിസ്റ്റ് ആണ് എന്ത് കണ്ടുപിടിച്ചത്, ഈ സ്പെക്ട്രൽ ലൈൻസ് കണ്ടുപിടിക്കുന്നത്, ഡിസ്കവർ ചെയ്യുന്നത്. And all the wavelengths in the Lyman series are in the ultraviolet band. Now next comes is the Balmer series. Balmer series എന്ന് പറയുന്നത് എന്തായിരിക്കും, n=1 പോലെ n=2 എന്ന് പറയുന്ന ആ സ്റ്റേറ്റിലേക്ക് വരുന്ന ട്രാൻസിഷൻസിനെയാണ് നമ്മൾ ബാമർ സീരീസ് കൊണ്ട് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ എന്തായിരിക്കും, വിസിബിൾ റേഞ്ചിലായിരിക്കും ആ ട്രാൻസിഷൻസ് ഉള്ളത്. The Balmer series named after Johann Balmer, who discovered the Balmer formula. നേരത്തെ പറഞ്ഞ ബാമറിന്റെ മോഡൽ അതിനെയാണ് നമ്മൾ ബാമർ ഫോർമുല എന്ന് പറയുക. അത് ഡിസ്കവർ ചെയ്താരാണ്, ജോഹാൻ ബാമർ ആണ്. An empirical equation to predict the Balmer series in 1885. So, Balmer lines are historically referred to as H alpha, H beta, H gamma and so on. അപ്പം അതിനെ ബാമർ ലൈൻസിനെ സാധാരണ നമ്മൾ പറയുന്നത് എങ്ങനെയാണ്, H alpha, H beta, H gamma അങ്ങനെയാണ് പറയപ്പെടുക. ആൽഫ, ബീറ്റ, ഗാമ എന്ന് പറയുന്ന ആ ഗ്രീക്ക് ലെറ്റേഴ്സ് ഉപയോഗിച്ചാണ് അതിനെ അറിയപ്പെടുക. വേറെ H is the element hydrogen. ഹൈഡ്രജന്റെ കേസിലുള്ള വാല്യൂസ് ആയിട്ടാണ് നമ്മൾ ഇതിനെ പറയുക. 4 of the Balmer lines are in the technically visible part of the spectrum. അപ്പോൾ അതിന്റെ 4 ലൈനുകൾ എവിടെയായിരിക്കും കാണുക, വിസിബിൾ പാർട്ട് ഓഫ് ദ സ്പെക്ട്രം ആയിട്ടാണ് കാണുക. വേവ് ലെങ്സ് ലോങ്ങർ ദാൻ 400 nm, 400 nm കൂടുതലായിട്ടുള്ള വേവ് ലെങ്ത്, അതിന് ഷോർട്ടർ ദാൻ 700. അപ്പോൾ 400-നും 700-നും ഇടയിൽ കിടക്കുന്ന ആ ഒരു റീജിയനിലാണ് നമ്മൾ എന്ത് കാണുന്നത്, ബാമർ ലൈൻസ് കാണുക. ദാറ്റ് ഇസ് എ വിസിബിൾ പാർട്ട് ഓഫ് ദ സ്പെക്ട്രം. അപ്പോൾ പാർട്സ് ഓഫ് ദ ബാമർ സീരീസ് ക്യാൻ ബി സീൻ ഇൻ ദ സോളാർ സ്പെക്ട്രം. സോളാർ സ്പെക്ട്രത്തിൽ ഈ ബാമർ സീരീസ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ കഴിയും. അതിൽ H alpha is an important line used in astronomy to detect the presence of hydrogen. അതിൽ H alpha ആണ് നമ്മൾ ഏറ്റവും പ്രൊമിനന്റ് ആയിട്ട് നോക്കുക ഹൈഡ്രജന്റെ പ്രസൻസ് അറിയാനായിട്ട്. അത് ആസ്ട്രോണമി എന്ന് പറഞ്ഞാൽ എന്താണ്, സ്റ്റാർസിനും അതുപോലെ സണ്ണിന്റെ കേസിലും എല്ലാം സ്റ്റെല്ലാർ ഓബ്ജക്ട്സിന്റെ കേസിൽ അവിടെയൊക്കെ പ്രസൻസ് ഓഫ് ഹൈഡ്രജൻ ഉണ്ടോ ഇല്ലെന്ന് തിരിച്ചറിയുന്നത് എങ്ങനെയാണ്, നമ്മൾ H alpha എന്ന് പറയുന്ന ലൈൻ ഉണ്ടോ എന്ന് നോക്കും ഈ സ്പെക്ട്രത്തിൽ. അപ്പോൾ ഇതാണ് ഫ്രാൻഹോഫർ ലൈൻസ് എന്ന് പറയുന്നത്. അപ്പം ഇതാണ് സോളാർ സ്പെക്ട്രം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ തന്നെ നമുക്ക് കാണാം ആദ്യത്തെ ലൈൻസ്, അതായത് എയും ബി എന്ന് പറയുന്നതാണ് ഓക്സിജന്റെ ലൈൻസ് ആണ്. അത് അറ്റ്മോസ്ഫിയറിക് ഓക്സിജൻ, എർത്തിന്റെ അറ്റ്മോസ്ഫിയറിലെ ഓക്സിജൻ അബ്സോർബ് ചെയ്യുന്ന ലൈൻസ് ആണ് എയും ബിയും എന്ന് പറയുന്നത്. അപ്പോൾ ഈ ബാക്കിയുള്ള അബ്സോർപ്ഷൻ സ്പെക്ട്രത്തിൽ നമുക്ക് കാണാം സി എന്ന് പറയുന്നതാണ് H alpha എന്ന് പറയുന്നത്. അപ്പോൾ ഈ സി എന്ന് പറയുന്നത് ഈ ഡാർക്ക് ലൈനിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, H alpha ലൈൻ എന്ന് പറയുക. അപ്പോൾ എയും ബിയും എവിടെയാണ് അബ്സോർബ് ചെയ്യുന്നത്, അറ്റ്മോസ്ഫിയറിലെ ഓക്സിജൻ ആണ് അബ്സോർബ് ചെയ്യുക. അപ്പോൾ ഓക്സിജന്റെ ലൈൻസ് ആണ് അത് രണ്ടും. പിന്നെ സി എന്ന് പറയുന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞ H alpha എന്ന് പറയുന്ന ലൈൻ. ഇതുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം, പ്രസൻസ് ഓഫ് ഹൈഡ്രജൻ ഉണ്ടെന്ന് പറയാം. അതുപോലെ സോഡിയത്തിന് ഡബ്ലറ്റ് ആണ് ഡി എന്ന് പറയുന്നത്. ഇപ്പോൾ 2 ലൈൻസ് അല്ലെ ക്ലോസ്ലി സ്പേസ്ഡ് ആയിട്ടുള്ള 2 ലൈൻസ് കാണും, അതിനെയാണ് നമ്മൾ ഡബ്ലറ്റ് എന്ന് പറയുക. അത് സോഡിയം ആണ് അബ്സോർബ് ചെയ്തിരിക്കുന്നത്, സോഡിയത്തിന്റെ ഡബ്ലറ്റ് ആണത്. അതുപോലെ ഇവിടെ ഇ എന്ന് പറയുന്നത് എന്തായിരിക്കും, ഇറ്റ് ഈസ് അയണിന്റെ ലൈനാണിത്, ക്യാരക്ടറിസ്റ്റിക് ലൈനാണ്. ദെൻ കംസ് മഗ്നീഷ്യത്തിന്റെ ട്രിപ്ലറ്റ് വരുന്നുണ്ട്. ദെൻ എഫ് എന്ന് പറയുന്ന ആണ് H beta എന്ന് പറയുന്നത്. എഫ് എന്ന് പറയുന്നതാണ് H beta. അപ്പം അങ്ങനെ ഓരോ അബ്സോർപ്ഷൻ ലൈൻസും നമുക്ക് അങ്ങനെ ക്യാരക്ടറൈസ് ചെയ്യാൻ പറ്റും. H alpha, H beta, സിയും എഫും അത് രണ്ടും പ്രത്യേകമായിട്ട് നോട്ട് ചെയ്യുക. അപ്പോൾ ഇതാണ് സോളാർ സ്പെക്ട്രം എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് നമുക്ക് എന്ത് കാണാം, ഇതേപോലെ ഡാർക്ക് ലൈൻസ് കാണാം അല്ലേ. ആ വേവ് ലെങ്തുകളൊന്നും ഇവിടെ കാണത്തില്ല, ഈ സ്പെക്ട്രത്തിൽ കാണത്തില്ല. കാരണം എന്തുകൊണ്ടാണ്, അതാത് സ്ഥലങ്ങളിൽ
അബ്സോർബ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഓക്സിജൻ അബ്സോർബ് ചെയ്തതുകൊണ്ടാണ് ഇവിടെ ഇത് ഈ എയും ബിയും നമുക്ക് കാണാൻ പറ്റാത്തത് അല്ലേ. അവിടെ നമുക്ക് ഡാർക്ക് ലൈൻസ് ആയിട്ടാണ് കാണുക, കാരണം അത് ഓക്സിജൻ അബ്സോർബ് ചെയ്ത ആ റീജിയൻ ആണ്. അപ്പോൾ സി എന്ന് പറയുന്നത് എച്ച് ആൽഫയാണ്, എച്ച് ആൽഫ ബാൻഡ് ആണ്, ഹൈഡ്രജൻ്റെ അബ്സോർപ്ഷൻ ആണ്. അപ്പോൾ അങ്ങനെ അതുപോലെ തന്നെയാണ് എഫും. അപ്പോൾ ദിസ് ദ സോളാർ സ്പെക്ട്രം, അതിൽ ലൊക്കേഷൻസ് ഓഫ് ദ ഫ്രാൻഹോഫർ ലൈൻസിൻ്റെ സോളാർ സ്പെക്ട്രമാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നെക്സ്റ്റ് ഈസ് ദ പാഷൻ സീരീസ്. പാഷൻ സീരീസ് എന്ന് പറയുന്ന ഇതിൽ നോക്കുമ്പോൾ എവിടെയാണ് വരിക? n=3 ട്രാൻസിഷൻസ് വരിക. അപ്പോൾ അത് IR റേഞ്ചിലാണ് വരിക, വിസിബിൾ റേഞ്ച് അല്ല, ദാറ്റ് വിൽ കം ഇൻ ദ IR റേഞ്ച്. അതുപോലെയാണ് ബ്രാക്കറ്റ് സീരീസും ഫണ്ടിന്റെ സീരീസും എല്ലാം എവിടെയാണ് വരിക? IR റേഞ്ചിലാണ് വരിക. പാഷൻ, ബ്രാക്കറ്റ് ആൻഡ് ഫണ്ട് സീരീസ് എന്ന് പറയുന്നത് IR റേഞ്ചിലാണ് വരിക. So the Paschen series is named after the German physicist Friedrich Paschen, who first observed them in 1908. Friedrich Paschen എന്ന് പറയുന്ന ജർമ്മൻ ഫിസിസിസ്റ്റ് ആണ്, ആദ്യമായിട്ട് ഒബ്സർവ് ചെയ്തത് 1908-ലാണ്. നേരത്തെ പറയുന്ന വർഷങ്ങളിലൂടെ നിങ്ങൾ നോക്കുക, ഇത് 1885-ലായിരുന്നു ബാമർ സീരീസ്. അതിനും വളരെ മുമ്പാണ് ലൈമൻ സീരീസ് പറഞ്ഞത്. അപ്പോൾ പാഷന്റെ സീരീസ് വന്നപ്പോൾ 1908 ആയി. പാഷൻ ലൈൻസ് ഓൾ ലൈൻ ദ IR ബാൻഡ്. അപ്പോൾ അടുത്തായിട്ട് ബ്രാക്കറ്റ് സീരീസ് ആണ്. അപ്പോൾ വീണ്ടും വർഷം നിങ്ങൾ നോക്കുക, ബ്രാക്കറ്റ് സീരീസ് ഈസ് നെയിംഡ് ആഫ്റ്റർ ദ അമേരിക്കൻ ഫിസിസിസ്റ്റ് ഫ്രെഡറിക് ബ്രാക്കറ്റ് എന്ന അമേരിക്കൻ ഫിസിസ്റ്റ് ആണ് ബ്രാക്കറ്റ് സീരീസ് കണ്ടെത്തിയത്. അപ്പോൾ അത് 1922-ലാണ് അല്ലേ. 1908 കഴിഞ്ഞ് പിന്നെ വളരെ വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് ഇത് കണ്ടെത്താൻ കഴിഞ്ഞത്, ബ്രാക്കറ്റ് സീരീസ് കണ്ടെത്താൻ കഴിഞ്ഞത്. അപ്പോൾ ഈ സ്പെക്ട്രൽ ലൈൻസ് വിൽ ഫോൾ ഇൻ ദ ഫാർ ഇൻഫ്രാറെഡ് ബാൻഡ്. അത് ഫാർ IR റീജിയനിലാണ് ഈ ബാൻഡുകൾ നമ്മൾ കാണുക. പക്ഷേ ഇൻഫ്രാറെഡ് റീജിയൻ തന്നെയാണ്, പക്ഷേ ഫാർ IR ആണ്. നെക്സ്റ്റ് ഈസ് എ ഫൺ സീരീസ് ഇസ് ഡിസ്കവർഡ് ഇൻ 1924. വീണ്ടും അതും കഴിഞ്ഞ് വീണ്ടും 2 വർഷം കഴിഞ്ഞപ്പോഴാണ് അഗസ്റ്റ് ഫണ്ട് എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ് 1924-ൽ ഫണ്ട് സീരീസ് കണ്ടെത്തിയത്. അതിനുശേഷം പിന്നെ ഹംഫ്രി സീരീസ് ഇസ് ഡിസ്കവർഡ് ഇൻ 1953. വളരെ കാലം കഴിഞ്ഞിട്ടാണ് വീണ്ടും ഹംഫ്രിയുടെ സീരീസ് കണ്ടെത്തിയത്, വിച്ച് വാസ് ഡിസ്കവർഡ് ബൈ അനദർ അമേരിക്കൻ ഫിസിസിസ്റ്റ് കോൾഡ് കർട്ടിസ് ഹംഫ്രീസ് എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ് ഹംഫ്രി സീരീസ് കണ്ടെത്തിയത്. അപ്പോൾ അത് ഓരോന്നിൻ്റെയും ഉള്ള ട്രാൻസിഷൻസ് നോക്കുക. ബാമർ എന്ന് പറഞ്ഞാൽ n=2 ആണ്, പാഷൻ എന്ന് പറഞ്ഞാൽ n=3-ലേക്കാണ് ട്രാൻസിഷൻ, n=4-ലേക്കാണ് ബ്രാക്കറ്റ്, n=5-ലേക്കാണ് ഫണ്ട്, n=6-ലേക്കാണ് ഹംഫ്രി. അപ്പോൾ അങ്ങനെ ആണ് അത് പോവുക. ആ ഓർഡർ നിങ്ങൾ പ്രത്യേകമായിട്ട് നോട്ട് ചെയ്യുക. അപ്പോൾ അതിനൊരു ടാബുലർ കോളമായിട്ട് റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വേവ് നമ്പറിൻ്റെ ടൈംസിൽ പറയുകയാണെങ്കിൽ RH ഇൻറ്റു ആദ്യത്തെ ലൈമൻ സീരീസ് എങ്ങനെ ആയിരിക്കും? 1/1² - 1/n² ആയിരിക്കും. n=2 അതിനേക്കാൾ 1 കൂടുതലായിരിക്കും അല്ലേ. n=2, 3, 4, 5 അങ്ങനെ ആയിരിക്കും പോവുക. നെക്സ്റ്റ് ബാമർ സീരീസ് എന്ന് പറഞ്ഞാൽ എങ്ങനെ എഴുതാം? അത് ഇവിടെ 2² ആയിരിക്കും, അവിടെ n എന്ന് പറയുന്നത് 3, 4, 5, 6 എന്ന് പറഞ്ഞായിരിക്കും പോവുക. അപ്പം അങ്ങനെ ഓരോ സീരീസും താഴേക്ക് നിങ്ങൾ നോക്കിക്കൊള്ളുക. The Bohr model can be extended to atoms other than hydrogen by retaining the electronic charge as -e. അപ്പോൾ ഇലക്ട്രോണിക് ചാർജ് -e ആയിട്ട് വെച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ ഹൈഡ്രജൻ അല്ലാതെ മറ്റുള്ള ആറ്റംസിലേക്ക് വേണമെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. ബട്ട് റീപ്ലേസിംഗ് ദ ന്യൂക്ലിയർ ചാർജ് ബൈ +ZE. ന്യൂക്ലിയർ ചാർജിനെ ZE ആയിട്ടും ഇലക്ട്രോണിക് ചാർജിനെ -e ആയിട്ടും വെച്ചുകൊണ്ട് നമുക്ക് ഇലക്ട്രോസ്റ്റാറ്റിക് ഇക്വേഷൻ, അത് Q1 Q2 by R²ന്റെ കാര്യത്തിൽ അതാണ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞത്. F = Q1 Q2 by 1/4πε0 Q1 Q2 by R²ൽ നമ്മൾ Q1ന്റെ സ്ഥാനത്ത് എന്ത് തരും? ZEയും Q2ന്റെ സ്ഥാനത്ത് -e വിട്ടിട്ട് ആണ് നമ്മൾ കമ്പ്യൂട്ട് ചെയ്യുക. അപ്പോൾ ആ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഇക്വേഷനിൽ നമ്മൾ ഇത് റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഹൈഡ്രജൻ അല്ലാതെ ഏത് ആറ്റത്തിലേക്കും നമുക്ക് ഇതിനെ എക്സ്റ്റെൻഡ് ചെയ്യാൻ കഴിയും. അപ്പോൾ ദ ബോർ മോഡൽ ഡസ് അപ്ലൈ ടു ദ കേസ് ഓഫ് സം അയണൈസ്ഡ് ആറ്റംസ്. അപ്പോൾ ചില അയണൈസ്ഡ് ആറ്റംസിന്റെ കേസിലും ഈ ബോർ മോഡൽ സാറ്റിസ്ഫൈ ചെയ്യാറുണ്ട്. ഹീലിയം പ്ലസ് He+ ആണ്. ഔട്ടർ മോസ്റ്റ് ഓർബിറ്റൽ എന്തുണ്ട്? ഒരു ഇലക്ട്രോൺ ഉള്ള കേസുകളാണ് ഇതെല്ലാം. He+, അടുത്ത ലിഥിയം 2+ ആൻഡ് ബെർലിയം 3+ എന്ന് പറയുന്നത്. വിച്ച് ഓൺലി 1 ഇലക്ട്രോൺ എക്സിസ്റ്റ്. അതിലെല്ലാം എന്തുള്ളൂ? ഒറ്റ ഇലക്ട്രോൺ മാത്രമേ എക്സിസ്റ്റ് ചെയ്യുന്നുള്ളൂ. So next is we can use the Bohr model to predict the difference in energy delta E for any two energy levels. അപ്പോൾ രണ്ട് എനർജി ലെവലുകൾ തമ്മിലുള്ള ഡിഫറൻസ് ഓഫ് എനർജി ഡെൽറ്റ ഇ കാണാൻ നമുക്ക് ആരെ യൂസ് ചെയ്യാം? ബോർ മോഡലിനെ യൂസ് ചെയ്യാം. ഡെൽറ്റ ഇ = E final minus E initial അല്ലേ. എനർജി ഓഫ് ദ ഫൈനൽ സ്റ്റേറ്റ് മൈനസ് എനർജി ഓഫ് ദ ഇനിഷ്യൽ സ്റ്റേറ്റ് ആയിരിക്കും ഡെൽറ്റ ഇ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഡെൽറ്റ ഇ = -2.178 × 10⁻18 joules multiplied by 1/n² ഫൈനൽ മൈനസ് ഓഫ് അല്ലേ. ഈ മൈനസ് അതുപോലെ തന്നെ ഇവിടെ ഇടുക, എന്നിട്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് വീണ്ടും -2.178 × 10⁻18 joules × 1/n² ഇനിഷ്യൽ എന്ന് എഴുതുക. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ 2.178 × 10⁻18 പുറത്തേക്ക് എടുത്താൽ അങ്ങനെ എഴുതാം. ഡെൽറ്റ ഇ = -2.178 × 10⁻18 joules multiplied by 1/n² final minus 1/n² initial എന്ന് പറയാം. The model also provides an accurate prediction for the positions of the dark lanes in an absorption spectrum. അതുപോലെ ഈ മോഡൽ എന്ത് ചെയ്യുന്നുണ്ട്? ഏറെക്കുറെ ഈ ഡാർക്ക് ലൈൻസ് അല്ലെ അബ്സോർപ്ഷൻ സ്പെക്ട്രത്തിൽ ഡാർക്ക് ലൈൻസിന് ഒരു ആക്യുറേറ്റ് ആയിട്ടുള്ള പ്രഡിക്ഷൻ നൽകാൻ കഴിയുന്നുണ്ട്. വിച്ച് ഓക്കർ ദ സെയിം വേവ് ലെങ്സ് ആസ് ദ എമിഷൻ ലൈൻസ്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ എമിഷൻ ലൈൻസ് പോലെ തന്നെയാണ് അബ്സോർപ്ഷൻ സ്പെക്ട്രവും
അവിടെ നമുക്ക് എന്ത് കാണാം? കൃത്യമായിട്ടുള്ള ഡാർക്ക് ലൈൻസ്, നമ്മൾ സോളാർ സ്പെക്ട്രത്തിൽ കണ്ടതുപോലെ കൃത്യമായിട്ടുള്ള ഡാർക്ക് ലൈൻസ് കാണാം. അതും അതിൻ്റെ പൊസിഷൻസും ആർക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റും? ബോർ മോഡൽ ഉപയോഗിച്ച് നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാം. ബിക്കോസ് ബോത്ത് എമിഷൻ ആൻഡ് അബ്സോർപ്ഷൻ സ്പെക്ട്രം ആർ ഓൾമോസ്റ്റ് സെയിം, അല്ലേ? സിമിലർ ഇൻ സർട്ടൺ കേസസ്. So hence a simple and accurate account of both the absorption and emission of radiation from a hydrogen atom is possible using Bohr's model. അപ്പോൾ ഒരു എന്താ പറയുക, ഒരു സിമ്പിളും അതേസമയം വളരെ സിമ്പിൾ ആയിട്ടുള്ളതും അതേപോലെ വളരെ ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു അക്കൗണ്ട് നമുക്ക് അബ്സോർപ്ഷൻ ആൻഡ് എമിഷൻ ഓഫ് റേഡിയേഷനെ പറ്റി, ഹൈഡ്രജൻ ആറ്റത്തിന്റെ കേസിലുള്ള അബ്സോർപ്ഷൻ ആൻഡ് എമിഷനെ പറ്റി പറയാൻ നമുക്ക് ബോർ മോഡൽ ഉപയോഗിക്കാം. സോ നെക്സ്റ്റ് ഈസ് എ പ്രോബ്ലം. So at what wavelength will emission from n is equal to 4 to n is equal to 1 for the hydrogen atom be observed? അപ്പം ഏത് വേവ് ലെങ്തിലാണ് n is equal to 4 to n is equal to 1 എന്ന് പറയുന്ന ആ എമിഷൻ നമുക്ക് കാണാൻ കഴിയുക? ഹൈഡ്രജൻ ആറ്റത്തിന്റെ ആ എമിഷൻ എവിടെയാണ് കാണാൻ കഴിയുക? അപ്പോൾ നമ്മൾ ആ നേരത്തെ എഴുതിയ ഇക്വേഷൻ എടുത്തെഴുതുക. ഡെൽറ്റ is equal to minus 2.178 into 10 to minus 18 joules multiplied by 1 by n square final minus 1 by n square initial, where n is equal to, നമ്മുടെ ഫൈനൽ സ്റ്റേറ്റ് ഏതാണ്? n is equal to 1 ആണല്ലേ? അപ്പോൾ n സ്ഥാനത്ത് എന്തായാലും വരും? n സ്ക്വയർ ഫൈനലിന്റെ സ്ഥാനത്ത് നമുക്ക് n ഫൈനലിന്റെ സ്ഥാനത്ത് 1 എന്ന് വരും. സോ ഇറ്റ് വിൽ ബി 1 സ്ക്വയർ. അപ്പോൾ അതുപോലെ n ഇനിഷ്യലിന്റെ സ്ഥാനത്ത് എന്തായിരിക്കും വരിക? എവിടെ നിന്നാണോ ട്രാൻസിഷൻ തുടങ്ങിയത് അത് വരും. which is equal to n is equal to 4 ആണ്. അപ്പോൾ ഇവിടെ 4 വരും. അപ്പോൾ നമുക്ക് ബ്രാക്കറ്റിനകത്തുള്ള ടൈം അങ്ങനെ കിട്ടും? 1 by 1 ആയിരിക്കും ഇവിടെ. അത് വിച്ച് ക്യാൻ ബി റിട്ടൺ ആസ് 1. സോ 1 minus 1 by 16 എന്ന് കിട്ടും. 4 സ്ക്വയർ ഈസ് 16. സോ 1 minus 1 by 16 എന്ന് നമുക്ക് കിട്ടും. അപ്പോൾ ബ്രാക്കറ്റിന് പുറത്ത് എന്തുണ്ട്? minus 2.178 into 10 raised to 18 joules ഉണ്ട്. So we can multiply that with 1 minus 1 by 16 and we get minus 2.04 into 10 raised to minus 18 joules. So we have to, for finding the wavelength lambda, we have to convert h nu to hc by lambda. Then delta is equal to hc by lambda. From that we get lambda is equal to 9.74 into 10 raised to minus 8 meter or 97.4 nanometer. അപ്പോൾ സോ 97.4 നാനോമീറ്ററിലായിരിക്കും നമ്മൾ എന്ത് കാണുന്നത്? n is equal to 4 to n is equal to 1 എന്ന് പറയുന്ന എമിഷന്റെ ട്രാൻസിഷൻ നടക്കുക. സോ ഇറ്റ് ഈസ് 97.4 nm. So next is, what is the longest wavelength of light that will result in removal of the electron from hydrogen? അപ്പം ഒരു ലോങ്സ്റ്റ് ആയിട്ടുള്ള വേവ് ലെങ്ത്, ആ വേവ് ലെങ്തിന്റെ വാല്യൂ എത്രയാണെന്നുള്ളത്, അതായത് ഒരു ഇലക്ട്രോണിനെ നമ്മൾ ഹൈഡ്രജൻ ആറ്റത്തിൽ നിന്ന് റിമൂവ് ചെയ്യുകയാണെങ്കിൽ എത്രയായിരിക്കും വേവ് ലെങ്തിന്റെ വാല്യൂ എന്നുള്ളതാണ്, അല്ല ഏത് വേവ് ലെങ്തിലാണ് അത് ആ എമിഷൻ കാണപ്പെടുക എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഡെൽറ്റ എന്ന് പറഞ്ഞ നേരത്തെ ഇക്വേഷൻ വീണ്ടും എഴുതുക. അപ്പോൾ ഇവിടെ n സ്ക്വയർ ഫൈനൽ n എന്തായിട്ട് വരും? ഇൻഫിനിറ്റി ആയിട്ട് വരും. അതുപോലെ n ഇനിഷ്യലോ, അപ്പോൾ അതായത് n is equal to 1 നിന്നായിരിക്കും പുറത്തേക്ക് പോവുക, അല്ലേ? അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം, അതിനെ 1 എന്ന് എടുക്കാം. സോ ഇറ്റ് ക്യാൻ ബി റിട്ടൺ ആസ് 0 minus 1. ബ്രാക്കറ്റിനകത്ത് എന്താവും? 0 minus 1 ആയിട്ട് വരും. സോ വി ഗെറ്റ് ഇറ്റ് ആസ് 2.178 in 10 raised to minus 18 joules എന്ന് കിട്ടും. അപ്പോൾ നേരത്തെ എഴുതിയതുപോലെ hc by lambda എഴുതുക, അതിനെ ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? വി ഗെറ്റ് ഇറ്റ് ആസ് lambda is equal to 9.13 into 10 raised to minus 8 meter or 91.3 നാനോമീറ്റർ എന്ന് കിട്ടും. സോ നെക്സ്റ്റ്, ഇപ്പോൾ ഹൈഡ്രജൻ കഴിഞ്ഞു, അടുത്തൊരു ഹീലിയത്തിന്റെ കേസ് നമുക്ക് നോക്കാം. At what wavelength will emission from n is equal to 4 to n is equal to 1 for the helium plus atom be observed? ഹീലിയം ആറ്റം അല്ല, ഹീലിയം പ്ലസ് ആണ് കേട്ടോ, ഹീലിയം പ്ലസ് ആറ്റം ബി ഒബ്സർവ്ഡ് എന്നുള്ളത്. സോ അവിടെ എന്ത് വേണം? നമ്മൾ ഇസഡ് കൂടെ വരും, അല്ലെ? ഇസഡിന്റെ വാല്യൂ കൂടെ വരും. നേരത്തെ ഇസഡ് 1 ആയിരുന്നു, അതുകൊണ്ട് നമുക്ക് പ്രശ്നമില്ലായിരുന്നു, നമുക്ക് നേരിട്ട് എടുക്കാമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇസഡിന്റെ വാല്യൂ 2 ആണ്. സോ വി ഹാവ് ടു ടേക്ക് ദ വാല്യൂ ഓഫ് ഇസഡ് ഓൾസോ, ദാറ്റ് ഈസ് വാല്യൂ ഓഫ് ഇസഡ് സ്ക്വയർ ഓൾസോ. Delta E will be minus 2.178 into 10 raised to minus 18 joules into z square into ബ്രാക്കറ്റിനകത്ത് എന്തായിരിക്കും? 1 by n square final minus 1 by n square initial. n ഫൈനൽ എന്ന് പറയുന്നത് എന്തായിരിക്കും? നേരത്തെ പോലെ ഫൈനൽ എന്ന് പറയുന്നത് n is equal to 1 പോവുക, അല്ലേ? അപ്പോൾ അത് 1 ആയിട്ട് എടുക്കാം, n ഇനിഷ്യലിനെ 4 ആയിട്ട് എടുക്കാം. സോ 1 minus 1 by 16 കിട്ടും. അപ്പോൾ നേരത്തെ പോലെ തന്നെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുക. ഇവിടെ z square will be 4. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? minus 8.16 into 10 raised to minus 18 joules എന്ന് കിട്ടും. ഇപ്പോൾ നേരത്തെ പോലെ hc by lambda ആയിട്ട് ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ലാംഡ കിട്ടും. ലാംഡ വിൽ ബി 2.43 into 10 raised to minus 8 meter, that is just 24.3 നാനോമീറ്റർ എന്ന് കിട്ടും. സോ ഹൈഡ്രജന്റെ കേസിൽ നമുക്ക് എത്ര കിട്ടിയത്? 97.4 ആണ് കിട്ടിയത്. സോ ഇറ്റ് ഈസ് 97.4 nm എന്നാണ് നമുക്ക് കിട്ടിയത്. സോ സിമിലർലി നമ്മൾ ഇങ്ങോട്ട് നോക്കുന്ന സമയത്ത് 24.3 എന്നാണ് നമുക്ക് കിട്ടിയത് ഹീലിയം അയോണിന്റെ കേസിൽ. സോ ഇഫ് യു കമ്പയർ ദ വാല്യൂ, അല്ലെ? നേരത്തെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഹൈഡ്രജന്റെ വാല്യൂ ആയിട്ട് കമ്പയർ ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? ലാംഡ എച്ച് വിൽ ബി ഗ്രേറ്റർ ദാൻ ലാംഡ എച്ച് പ്ലസ് എന്ന് കിട്ടും.
Next is the drawbacks of Bohr model. So according to Bohr, the radiation results when an electron jumps from one energy orbit to another energy orbit, but he did not explain how this radiation occurs. That is, radiation ഉണ്ടാകുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. റേഡിയേഷൻ നമുക്ക് കാണാം. അതായത് ഒരു ഇലക്ട്രോൺ എന്ത് ചെയ്യും, ഒരു എനർജി ഓർബിറ്റിൽ നിന്ന് മറ്റൊരു എനർജി ഓർബിറ്റിലേക്ക് ചാടുമ്പോൾ എന്ത് ചെയ്യും, ഇപ്പോൾ റേഡിയേഷൻ ഉണ്ടാവും അല്ലേ. ഹയർ എനർജി ഓർബിറ്റിൽ നിന്ന് ലോവർ എനർജി ഓർബിറ്റിലേക്ക് വരുന്ന സമയത്ത് പുറത്തേക്ക് ഒരു റേഡിയേഷൻ എമിറ്റ് ചെയ്യും. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ റേഡിയേഷൻ ഉണ്ടാകുന്നതെന്ന് പറയാൻ ആർക്ക് കഴിഞ്ഞില്ല, ബോറിന് കഴിഞ്ഞില്ല. സിമിലർലി ദ ഇന്റൻസിറ്റി ഓഫ് സ്പെക്ട്രൽ ലൈൻസ് വാസ് ഓൾസോ അൺഎക്സ്പ്ലെയിൻഡ്. അപ്പോൾ ഈ സ്പെക്ട്രൽ ലൈൻസിന്റെ ഇന്റൻസിറ്റിയുടെ വേരിയേഷനെ കുറിച്ചോ അല്ലെ ഇന്റൻസിറ്റി എങ്ങനെ ഉണ്ടാകുന്നു എന്നുള്ളതോ ആർക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല, ബോറിന് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിഞ്ഞില്ല. Similarly, Bohr's theory explains the existence of various lines in Hadron spectrum. അപ്പോൾ ഹൈഡ്രജൻ സ്പെക്ട്രത്തിലെ ഡിഫറെന്റ് ലൈൻസിനെ കുറിച്ച് ആർക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റി, ബോർസ് തിയറിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റി. ബട്ട് ഇറ്റ് പ്രെഡിക്റ്റഡ് ദാറ്റ് ഓൺലി എ സീരീസ് ഓഫ് ലൈൻസ് എക്സിസ്റ്റ്. പക്ഷേ ഒരു സീരീസ് ഓഫ് ലൈൻസ് മാത്രം എക്സിസ്റ്റ് ചെയ്യുന്നതായിട്ടാണ് ബോർ തിയറി പറഞ്ഞത്. Later on it was realized that the spectral lines that had been thought to be a single line was actually a collection of several lines very close to each other. പക്ഷേ അപ്പോൾ ഒരു സിംഗിൾ ലൈൻ ആണെന്ന് നമ്മൾ ആദ്യകാലത്ത് കരുതിയത് പിൽക്കാലത്ത് എന്താണെന്ന് കണ്ടു, ഒരു സെവറൽ ലൈൻസ് അല്ലെ, വളരെ ക്ലോസ്ലി സ്പേസ്ഡ് ആയിട്ടുള്ള മൾട്ടിപ്പിൾ ലൈൻസിന്റെ ഒരു കളക്ഷൻ ആണെന്നാണ് നമ്മൾ പിൽക്കാലത്ത് കണ്ടത്. അപ്പോൾ അതെന്തുകൊണ്ടാണെന്ന് പറയാൻ ബോറിന്റെ തിയറിക്ക് സാധിച്ചില്ല. നെക്സ്റ്റ് ഈസ് ദ ബോർസ് തിയറി സക്സസ്ഫുള്ളി എക്സ്പ്ലെയിൻ ദ ഒബ്സർവ്ഡ് സ്പെക്ട്ര ഫോർ ഹൈഡ്രജൻ ആറ്റം, അതായത് 1p 1 ഇലക്ട്രോൺ സിസ്റ്റം ആൻഡ് സിമിലർ അയോൺസ്, അതായത് ഹീലിയം പ്ലസ്, അതായത് 2 പ്രോട്ടോണും 1 ഇലക്ട്രോണും ഉള്ള സിസ്റ്റം. നെക്സ്റ്റ് ഈസ് Li2 പ്ലസ്, അതായത് 3 പ്രോട്ടോണും 1 ഇലക്ട്രോണും ഉള്ള സിസ്റ്റം. അടുത്ത ബെർലിയൻ 3 പ്ലസ്, അതായത് 4 പ്രോട്ടോൺസ് ആൻഡ് 1 ഇലക്ട്രോൺ സിസ്റ്റം. ബട്ട് ഇറ്റ് cannot explain the spectra for പോളി ഇലക്ട്രോൺ ആറ്റംസ്. പോളി ഇലക്ട്രോൺ ആയിട്ടുള്ള ആറ്റംസിന്റെ കേസിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ബോർ തിയറിക്ക് കഴിഞ്ഞില്ല. അപ്പോൾ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയതെല്ലാം അങ്ങനെയാണ് സിംഗിൾ ഇലക്ട്രോൺ സിസ്റ്റങ്ങളാണ്. സിംഗിൾ ഇലക്ട്രോൺ ആയിട്ടുള്ള സിസ്റ്റങ്ങളാണ് ആർക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിഞ്ഞത്, ബോർ തിയറി ഉപയോഗിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിഞ്ഞത്. പക്ഷേ അതേസമയം പോളി ഇലക്ട്രോൺ ആയിട്ടുള്ള ആറ്റംസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ ആർക്ക് കഴിഞ്ഞില്ല, ബോർ തിയറി ഉപയോഗിച്ച് കഴിഞ്ഞില്ല. അപ്പോൾ അക്കോർഡിംഗ് ടു ഇക്വേഷൻ E = -r into Z²/n², the ionization potential for helium should be 54.4 electron volt അല്ലേ. അപ്പോൾ 13.6 ആണ്. അപ്പോൾ അതിനെ 4 times മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 54.4 ഇലക്ട്രോൺ വോൾട്ട് എന്ന് കിട്ടും. ബട്ട് however the measured value is only 24.6 electron volt. പക്ഷേ നമ്മൾ മെഷർ ചെയ്യുന്ന സമയത്ത് ionization potential എത്ര കിട്ടിയത്, 24.6 electron volt എന്നാണ് കിട്ടിയത്. സോ there is a difference അല്ലേ, 54.4 in case of model and 24.6 electron volt in case of experimentation. അപ്പോൾ രണ്ടും തമ്മിൽ വളരെ വലിയൊരു ഡിസ്ക്രിപ്പൻസി ഉണ്ട്. So this discrepancy arises because we have neglected the electrostatic interaction between the two orbiting electrons. അപ്പോൾ രണ്ട് ഓർബിറ്റ് ചെയ്യുന്ന ഇലക്ട്രോൺസ് തമ്മിൽ എന്ത് ചെയ്യും, ഹീലിയം ആറ്റത്തിന്റെ കേസിൽ എന്തുണ്ടാവും, ഒരു ഡിസ്ക്രിപ്പൻസി ഉണ്ടാവും. കാരണം 2 ഇലക്ട്രോൺ സിസ്റ്റം ആണ് അല്ലേ. അപ്പോൾ എന്തുണ്ടാവും, അത് തമ്മിൽ ഇലക്ട്രോസ്റ്റാറ്റിക് ഇന്ററാക്ഷൻ ഉണ്ടാവും. ആ ഡിസ്ക്രിപ്പൻസി കാരണമാണ് എന്ത് ചെയ്യുന്നത്, ഇതിനകത്തുള്ള വാല്യൂവിൽ വേരിയേഷൻ ഉണ്ടായത്. ബട്ട് ദാറ്റ് cannot be explained by Bohr model. If a substance which gives the line emission spectrum is placed in a magnetic field, the lines of the spectrum get split up into a number of closely spaced lines. This phenomenon is known as Zeeman effect. Bohr's theory has no explanation for this effect. അപ്പോൾ Zeeman effect എന്ന് പറയുന്നത് എന്തായിരിക്കും, എമിഷൻ സ്പെക്ട്രം ഒരു മാഗ്നറ്റിക് ഫീൽഡിലാണ് നമ്മൾ പെർഫോം ചെയ്യുന്നതെങ്കിൽ നമുക്ക് എന്ത് കാണാൻ പറ്റും, ആ സ്പെക്ട്രൽ ലൈൻസ് സ്പ്ലിറ്റ് അപ്പ് ചെയ്യുന്നതായിട്ട് കാണാൻ കഴിയും അല്ലേ. ക്ലോസ്ലി സ്പേസ്ഡ് ആയിട്ടുള്ള ലൈൻസ് ആയിട്ട് എന്ത് ചെയ്യും, സിംഗിൾ ലൈനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യും. ഉദാഹരണത്തിന് ഒരു എക്സാമ്പിൾ ഇവിടെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ സിങ്കിന്റെ സ്പെക്ട്രമാണ്, അതായത് 4680 ആംസ്ട്രോങ്ങിലുള്ള ലൈനാണ് ഈ കാണിച്ചിരിക്കുന്നത്. അത് മാഗ്നറ്റിക് ഫീൽഡിൽ വെക്കുമ്പോൾ എന്ത് ചെയ്യും, അത് ഒരു 3 ലൈനായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് മാറും. സിംഗിൾ ലൈൻ എന്നുള്ളത് എന്ത് ചെയ്യും, മാഗ്നറ്റിക് ഫീൽഡിന്റെ പ്രസൻസിൽ 3 ലൈൻസ് ആയിട്ട് മാറും. So that effect is known as Zeeman effect, and Bohr's theory has no explanation for this effect. Similarly, if a substance which gives line emission spectra is placed in an external electric field, the lines of the spectrum get split up into a number of closely spaced lines. This phenomenon is known as Stark effect. അപ്പോൾ നേരത്തെ പറഞ്ഞ Zeeman effect മാഗ്നറ്റിക് ഫീൽഡിൽ ആണ് നടക്കുക. അതേപോലെ തന്നെ ഇലക്ട്രിക് ഫീൽഡിൽ, എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡിനകത്താണ് വെക്കുന്നതെങ്കിൽ അവിടെ നമുക്ക് എന്ത് കാണാൻ പറ്റും, ഒരു സ്പ്ലിറ്റ് അപ്പ് ഉണ്ടാവും, ക്ലോസ്ലി സ്പേസ് ലൈൻസ് ആയിട്ടുള്ള സ്പ്ലിറ്റ് അപ്പ് ഉണ്ടാവും. ആ ഫിനോമിനെയാണ് നമ്മൾ സ്റ്റാർക്ക് എഫക്റ്റ് എന്ന് പറയുക. അപ്പോൾ ബോർസ് തിയറി ഹാസ് നോ എക്സ്പ്ലനേഷൻ ഫോർ ദിസ് എഫക്റ്റ് ആസ് വെൽ. അപ്പോൾ ഇതിനും ആർക്ക് എക്സ്പ്ലനേഷൻ ഉണ്ടായിരുന്നില്ല, ബോർസ് തിയറിക്ക് യാതൊരു എക്സ്പ്ലനേഷനും ഉണ്ടായിരുന്നില്ല. Bohr suggested circular orbits of electron around the nucleus of hydrogen atom, but later it was proved that the motion of electron is not in a single plane but takes place in 3-dimensional space. അപ്പം ഒരു സിംഗിൾ പ്ലെയിനിൽ ഇങ്ങനെ സർക്കുലർ ഓർബിറ്റ്സ് ആയിട്ടാണ് ആര് വിഭാവനം ചെയ്തത്, ബോർ അദ്ദേഹത്തിന്റെ മോഡലിനെ വിഭാവനം ചെയ്തത്. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി, അത് സിംഗിൾ പ്ലെയിനിലല്ല, പക്ഷേ 3-dimensional സ്പേസിൽ ഇങ്ങനെ വളരെ പല പ്ലെയിനുകളിലായിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇലക്ട്രോൺസ് ഓർബിറ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് മനസ്സിലായി. Bohr assumes that an electron in an atom is located at a definite distance from the nucleus and is revolving around it with definite velocity, and it has a fixed momentum.
അപ്പോൾ ഒരു ഫിക്സഡ് ആയിട്ടുള്ള ഡിസ്റ്റൻസിലാണ് എന്ത് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഡെഫിനറ്റ് ഡിസ്റ്റൻസിലാണ് എന്ത് ചെയ്യുന്നത്, ഒരു ഇലക്ട്രോൺ ഒരു ന്യൂക്ലിയസിന് ചുറ്റും ഇങ്ങനെ റിവോൾവ് ചെയ്യുന്നത്. അത് അതിന് ഒരു ഡെഫിനറ്റ് ആയിട്ടുള്ള മാസും ഉണ്ട് ആൻഡ് ഇറ്റ് ഈസ് ഹാവിങ് എ ഡെഫിനറ്റ് വെലോസിറ്റി. അപ്പോൾ അത് കാരണം എന്തുണ്ടാവും, ഇറ്റ് ഹാസ് എ ഫിക്സഡ് മൊമെന്റ്. അപ്പോൾ ഒരു ഫിക്സഡ് മൊമെന്റ് ആയിരിക്കും അതിനുണ്ടാകുക. അപ്പോൾ ദിസ് ഐഡിയ is not in agreement with Heisenberg's uncertainty principle. According to the uncertainty principle, we can say that it is impossible to determine the exact position and moment of a particle simultaneously with particular certainty. അപ്പോൾ ഒരു particular certaintyയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഒരേ സമയം ഫോർ എ പാർട്ടിക്കിൾ ലൈക്ക് ഇലക്ട്രോണിന്റെ പൊസിഷനും മൊമെന്റും ഒരേ സമയം നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ കഴിയില്ല എന്നാണ് ഹൈസൻബർഗ് പറഞ്ഞത്. ആൻഡ് ദാറ്റ് പ്രിൻസിപ്പിൾ ഈസ് നോൺ ആസ് ദ അൺസർട്ടൻറ്റി പ്രിൻസിപ്പിൾ. അപ്പോൾ സോ Bohr's model is a violation of Heisenberg's uncertainty principle. Next is Bohr model could not explain the wave nature of electron. It explained only particle nature of electron. അതായത് ബോർ മോഡലിന് എന്ത് പറയാൻ കഴിഞ്ഞില്ല, ഇലക്ട്രോണിന്റെ വേവ് നേച്ചർ അല്ലെ, ഒരു സ്റ്റാൻഡിങ് വേവ് ആയിട്ടാണ് ഓർബിറ്റിൽ നിൽക്കുന്നതെന്നാണ് നമ്മൾ പിൽക്കാലത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. പക്ഷെ അങ്ങനെ ഒരു വേവ് നേച്ചർ ആർക്കും എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിഞ്ഞില്ല, ബോർ മോഡൽ ഉപയോഗിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിഞ്ഞില്ല. Similarly, the Bohr model became obsolete as the quantum mechanical model emerges. പിൽക്കാലത്ത് ഷ്രോഡിംഗറിന്റെ ക്വാണ്ടം മെക്കാനിക്കൽ മോഡൽ എമർജ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, ബോർ മോഡൽ became obsolete. Although the concept of Bohr model still persists. പക്ഷേ എങ്കിലും അതിന്റെ കോൺസെപ്റ്റ്സ്, അതായത് ചില കോൺസെപ്റ്റ്സ് ബോർ മോഡലിനെ പറ്റിയുള്ളത് പിൽക്കാലത്ത് എന്നും പിന്നെ നിലനിൽക്കുന്നതായിരുന്നു. However, Bohr pioneered the idea of quantized electronic energy levels in atoms. അതായത് ക്വാണ്ടൈസേഷൻ എന്ന് പറയുന്ന ഇലക്ട്രോണിക് എനർജി ലെവൽസ് ക്വാണ്ടൈസ്ഡ് ആണെന്നുള്ള ബോറിന്റെ ഐഡിയ ആദ്യമായിട്ട് ബോർ തന്നെയാണ് പറഞ്ഞത്. സോ ഹി ഈസ് കൺസിഡർഡ് ആസ് എ പയനിയർ ഓഫ് ദാറ്റ്. സോ ഇതാണ് നമുക്ക് ഏറ്റവും സിമ്പിളായിട്ട് ഡ്രോബാക്സ് ഓഫ് ബോർസ് മോഡൽ എന്ന് പറയാൻ കഴിയുന്നത്. അപ്പോൾ ഇത്രയും പോയിന്റ്സ് നിങ്ങൾ ഓർത്തിരിക്കുക. അപ്പോൾ സോ നമുക്ക് ആദ്യം തൊട്ടേ തന്നെ പറയുകയാണെങ്കിൽ, അപ്പോൾ എന്തുകൊണ്ടാണ് റേഡിയേഷൻ ഉണ്ടാകുന്നത്, ഇപ്പോൾ ഒരു എനർജി ഓർബിറ്റിൽ നിന്ന് മറ്റൊരു എനർജി ഓർബിറ്റിൽ ഇലക്ട്രോൺ ജമ്പ് ചെയ്യുമ്പോൾ ഒന്ന് എനർജി പുറത്തേക്ക് റേഡിയേറ്റ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ ഇന്റൻസിറ്റി ഓഫ് സ്പെക്ട്രൽ ലൈൻസ് എന്തുകൊണ്ടുണ്ടാകുന്നു, ഇതിനൊന്നും ആർക്കും എക്സ്പ്ലനേഷൻ ഉണ്ടായില്ല, ബോറിന് എക്സ്പ്ലനേഷൻ ഉണ്ടായില്ല. അതുപോലെ കളക്ഷൻ ഓഫ് ലൈൻസ് ആണ് നമ്മൾ സാധാരണ കാണുക, പക്ഷേ ബോർ തിയറി എന്താണ്, ഒരു സിംഗിൾ ലൈൻസ് ആയിട്ടാണ് അതിനെ വിഭാവനം ചെയ്തത്. അപ്പോൾ അതെന്തുകൊണ്ടാണ് മൾട്ടിപ്പിൾ ലൈൻസ് ആയിട്ട് കാണുന്നത് എന്നുള്ളതാണ്. ഓരോ ട്രാൻസിഷൻസും സ്പെക്ട്രൽ ലൈൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും, മൾട്ടിപ്പിൾ ട്രാൻസിഷൻസ് ആയിട്ടാണ് കാണുക. പക്ഷെ അതെന്തുകൊണ്ടാണെന്ന് പറയാൻ ആർക്ക് കഴിഞ്ഞില്ല, ബോറിന്റെ തിയറിക്ക് പറയാൻ കഴിഞ്ഞില്ല. അതുപോലെ നെക്സ്റ്റ് വൺ ഈസ് ദ ഡിസ്ക്രീപ്പൻസി, അല്ലെ, ഒരു ഡിസ്ക്രീപ്പൻസി ഉണ്ടായിട്ടുണ്ട് വാല്യൂവിൽ. അപ്പോൾ അയണൈസേഷൻ പൊട്ടൻഷ്യൽ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇപ്പോൾ ഹീലിയം പോലുള്ള, അതായത് പോളി ഇലക്ട്രോൺ ആറ്റംസിന്റെ കേസിൽ നമ്മൾ അയണൈസേഷൻ പൊട്ടൻഷ്യൽ കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്കൊന്ന് ഡിസ്ക്രീപ്പൻസി ഉണ്ട്. ആൻഡ് ദിസ് ഡിസ്ക്രീപ്പൻസി അറൈസ് ബിക്കോസ് വി ഹാവ് നെഗ്ലക്റ്റഡ് ദ ഇലക്ട്രോസ്റ്റാറ്റിക് ഇന്ററാക്ഷൻ ബിറ്റ്വീൻ ദ ഓർബിറ്റിംഗ് ഇലക്ട്രോൺസ്. അപ്പോൾ അതിന്റെ ഓർബിറ്റിംഗ് ഇലക്ട്രോൺസിന്റെ ഇന്ററാക്ഷൻ നമ്മൾ എടുക്കാൻ പറ്റാത്തതുകൊണ്ട് എന്ത് ചെയ്യും, ദർ ഇസ് എ ഡിസ്ക്രീപ്പൻസി. ആ ഡിസ്ക്രീപ്പൻസി ബോർ മോഡലിനുണ്ട്. അതുപോലെ സീമൻ എഫക്റ്റ്, അതുപോലെ സ്റ്റാർക്ക് എഫക്റ്റ് മുതലായ എഫക്റ്റുകളൊന്നും പ്രിഡിക്റ്റ് ചെയ്യാൻ അല്ല എക്സ്പ്ലെയിൻ ചെയ്യാൻ ആർക്ക് കഴിഞ്ഞില്ല, ബോർ മോഡൽ ഉപയോഗിച്ച് കഴിഞ്ഞില്ല. അതുപോലെ മോഷൻ ഓഫ് ഇലക്ട്രോൺ എന്ന് പറയുന്നത് സിംഗിൾ പ്ലെയിനിലാണെന്നാണ് ബോർ പറഞ്ഞത്, ബട്ട് ഇറ്റ് ടേക്സ് പ്ലേസ് ഇൻ 3-dimensional സ്പേസ് എന്നുള്ളത്. അതുപോലെ ഹൈസൻബർഗിന്റെ അൺസർട്ടൻറ്റി പ്രിൻസിപ്പിളിന്റെ വയലേഷൻ, അതുപോലെ വേവ് നേച്ചർ ഓഫ് ഇലക്ട്രോൺ പ്രിഡിക്റ്റ് ചെയ്യാൻ ആർക്ക് കഴിഞ്ഞില്ല, ബോർ മോഡലിന് കഴിഞ്ഞില്ല. അപ്പോൾ ഇത്രയാണ് അതിന്റെ മേജർ ആയിട്ടുള്ള ഡ്രോബാക്സ്. അപ്പോൾ അങ്ങനെ ബോർ മോഡൽ എന്ത് ചെയ്യും, കുറച്ച് കഴിഞ്ഞ് ക്വാണ്ടം മെക്കാനിക്കൽ മോഡൽ, അതായത് ഷ്രോഡിംഗറിന്റെ ക്വാണ്ടം മെക്കാനിക്കൽ മോഡൽ വരുമ്പോൾ എന്ത് ചെയ്യും, ബോർ മോഡൽ ഒബ്സൊലീറ്റ് ആയി പോവുകയും, പക്ഷേ എങ്കിലും ഒബ്സൊലീറ്റ് ആയെങ്കിലും ചില കോൺസെപ്റ്റ്സ് നമ്മൾ പിൽക്കാലത്തും എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ക്വാണ്ടൈസേഷൻ ഓഫ് ഇലക്ട്രോണിക് എനർജി ലെവൽസ് എന്ന് പറയുന്നത്. അപ്പോൾ ക്വാണ്ടൈസേഷൻ ഓഫ് ഇലക്ട്രോണിക് എനർജി ലെവൽസ് ഇൻ ആറ്റംസ് എന്ന ഐഡിയയുടെ സ്ഥാപകനാരാണ്, ബോർ തന്നെയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഓർത്തിരിക്കുക. നെക്സ്റ്റ് ഈസ് ദ ഡെറിവേഷൻ ഓഫ് റേഡിയസ് ഓഫ് എൻ ഓർബിറ്റ് ഓഫ് എൻ ആറ്റം. ഇപ്പോൾ ഒരു ആറ്റത്തിന്റെ ഓർബിറ്റിന്റെ റേഡിയസിന്റെ ഡെറിവേഷൻ ആണ് നമ്മൾ എടുക്കുന്നത് അടുത്തതായിട്ട്. So here we consider an atom having an electron E moving around the nucleus having charge Zd, where Zd is the atomic number. അപ്പോൾ Zd നമുക്ക് അറ്റോമിക് നമ്പർ ആയിട്ട് എടുക്കാം. അപ്പോൾ നമുക്ക് എന്തെന്ന് പറയാം, ന്യൂക്ലിയസിന്റെ ചാർജ് നമുക്ക് Zd എന്ന് എടുക്കാം, ഇലക്ട്രോണിന്റെ ചാർജ് E എന്ന് എടുക്കാം. സോ ലെറ്റ് m be the mass. അപ്പോൾ അതിന്റെ മാസിനെ, ഇലക്ട്രോണിന്റെ മാസിനെ നമ്മൾ m എന്ന് എടുക്കുക, r the radius of the orbit and v the velocity of the revolving electron. റിവോൾവിംഗ് ഇലക്ട്രോണിന്റെ വെലോസിറ്റി v എന്നും മാസ് m എന്നും എടുക്കുക. അപ്പോൾ ആ ഡിസ്റ്റൻസിനെ നമുക്ക്, അല്ലെ ആ റേഡിയസ് ഓഫ് ദ ഓർബിറ്റിനെ നമുക്ക് r എന്ന് എടുക്കാം. So we are deriving the radius of the orbit. So according to Coulomb's law, the electrostatic force of attraction between nucleus and electron can be written as F is equal to Q1 Q2 by 4 pi epsilon 0 r square.
Q1 Q2 ZE ആയിട്ട് എടുക്കാം, Q2നെ E ആയിട്ട് എടുക്കാം. അപ്പോൾ ZE into E എന്ന് വരും. ദാറ്റ് ഈസ് ZE സ്ക്വയർ ഡിവൈഡ് ബൈ 4πε0 R സ്ക്വയർ നമുക്ക് കിട്ടും. where ε0 is the vacuum permittivity constant. അപ്പോൾ അതിൻ്റെ വാല്യൂ 8.84 × 10⁻12 കൂളം സ്ക്വയർ പെർ ജൂൾ മീറ്റർ ആണ് കേട്ടോ. അപ്പോൾ ആ വാല്യൂ കൂടെ ഓർത്തിരിക്കുക. കാരണം അപ്പോൾ അതെല്ലാം നമുക്ക് നേരത്തെ ഇനി വരുന്ന ഇക്വേഷൻസ് നമുക്ക് നേരിട്ട് പുട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ വാല്യൂസ് കൂടെ നിങ്ങൾ ഓർത്തിരിക്കുക. സോ ദർ ഇസ് എ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ആക്ടിങ് ഓൺ ദ ഇലക്ട്രോൺ അല്ലേ. അപ്പോൾ ഇതൊരു കൂളോംബിക് അട്രാക്ഷൻ ആണ് പറഞ്ഞത്. ഇപ്പോൾ ന്യൂക്ലിയസ് ഇലക്ട്രോൺ തമ്മിലുള്ള കൂളോംബിക് അട്രാക്ഷൻ ആണ് ആരെ അവിടെ തന്നെ ബൈൻഡ് ചെയ്ത് നിർത്തുന്നത്, ശരിക്കും ഇലക്ട്രോണിനെ അതിൻ്റെ ഓർബിറ്റിൽ തന്നെ നിർത്തുന്നത്. അപ്പോൾ അതിന് വിഭിന്നമായിട്ട് എന്തുണ്ട്, പുറത്തേക്കൊരു സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ഉണ്ട്. ദാറ്റ് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ആക്ടിങ് ഓൺ ദ ഇലക്ട്രോൺ ഈസ് ഈക്വൽ ടു mv²/r. അപ്പോൾ ഈ രണ്ട് ഫോഴ്സസ് എന്താണ്, ഈക്വൽ ആൻഡ് ബാലൻസ് ഈച്ച് അതർ അല്ലെ. ടു ഫോഴ്സസ് ആർ ഈക്വൽ ആൻഡ് ബാലൻസ് ഈച്ച് അതർ. അപ്പോൾ അല്ലെങ്കിൽ ഇത് പറ്റിയാൽ ഒന്നുകിൽ ഇലക്ട്രോൺ അകത്തേക്ക് ന്യൂക്ലിയസിലേക്ക് വീണാനെ, അല്ലെങ്കിൽ പുറത്തേക്ക് തെറിച്ചു പോയാനെ. അപ്പോൾ രണ്ടും സാധിക്കാതെ ഒരു പർട്ടിക്കുലർ ഓർബിറ്റിൽ തന്നെ നിർത്തുന്നത് എന്താണ്, ഈ രണ്ട് ഫോഴ്സും ഈക്വലും അത് ബാലൻസും ചെയ്യുന്നതുകൊണ്ടാണ്. സോ വി ക്യാൻ സേ ദാറ്റ് mv²/r is equal to ZE²/4πε0 R square നമുക്ക് പറയാം. So from that we can say mv² is equal to ZE²/4πε0 R, which we can write it as equation number 1. From this we can say R is equal to ZE²/4πε0 mv², which is equation number 2. So according to Bohr postulate we can say mvr is equal to nh/2π, that is nh cut. അതാണ് ബോറിന്റെ പോസ്റ്റുലേറ്റ് അനുസരിച്ച് ആംഗുലർ മൊമെന്റം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ക്വാണ്ടൈസ്ഡ് അല്ലേ, ക്വാണ്ടൈസ്ഡ് ഇൻ ടേംസ് ഓഫ് h cut, that is h/2π, where n is the ക്വാണ്ടം നമ്പർ. n എന്ന് പറയുന്ന ക്വാണ്ടം നമ്പറിൽ ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് h/2π ആയിരിക്കും എന്നാണ് നമ്മൾ ആദ്യം പറഞ്ഞത്. അപ്പോൾ നമുക്ക് ആ ഇക്വേഷൻ വേണം. അതിൽ നമുക്ക് എന്ത് കാണാം, വെലോസിറ്റി v കാണാം. v is equal to nh/2πmr എന്ന് നമുക്ക് എടുക്കാം. സോ v സ്ക്വയർ എന്തായിരിക്കും, ഇതിന്റെ സ്ക്വയർ ആയിരിക്കും അല്ലെ, n² h²/4π² m² r² എന്നുള്ളതായിരിക്കും. ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 4. and we put this value in equation number 2, that is the previous equation. this equation number 2ന്റെ ഇവിടെ ഡിനോമിനേറ്ററിൽ v സ്ക്വയർ ഉണ്ട്, അവിടെ എന്ത് ചെയ്യണം ഈ വാല്യൂ ഇട്ട് കൊടുക്കുക. സോ വി ഗെറ്റ് ഇറ്റ് ആസ് എങ്ങനെ കിട്ടും, r is equal to ഇതിന്റെ ഒരു ഇങ്ങനെ ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു രണ്ട് ഫ്രാക്ഷൻസിന്റെ പ്രൊഡക്റ്റ് ആയിട്ട് കിട്ടും. അത് സോൾവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും, we get r as ε0 n² h²/ZE²πm എന്ന് കിട്ടും. we can write it as equation number 5. സോ വീണ്ടും നോക്കുക, ε0 n² h²/ZE²πm എന്ന് നമുക്ക് കിട്ടും. ഫോർ ഹൈഡ്രജൻ ആറ്റം നമുക്ക് എങ്ങനെ എഴുതാം, z is equal to 1 ആയിരിക്കും അല്ലേ. സോ ഈ ഇക്വേഷൻ പിന്നെ സിംപ്ലിഫൈ ചെയ്യും, അപ്പോൾ z അങ്ങ് പോകും അല്ലേ, z 1 ആയി പോയി. അപ്പോൾ പിന്നെ നമുക്ക് എന്ത് കിട്ടുള്ളൂ, ε0 n² h²/E²πm എന്ന് കിട്ടും. അപ്പോൾ അതിനെ നമ്മൾ പൈഎമ്മിനെ ആദ്യം എഴുതിയാൽ നമുക്ക് എങ്ങനെ എഴുതാം, πme² എന്ന് എഴുതാം. ε0 n² h²/πme² എന്ന് എഴുതാം, വിച്ച് ഈസ് ഇക്വേഷൻ നമ്പർ 6. ഇതിനെ മൊത്തത്തിൽ നമുക്കൊരു കോൺസ്റ്റന്റ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യാം അല്ലെ. n² പുറത്ത് വെച്ചിട്ട് ബാക്കിയുള്ള എല്ലാത്തിനെയും കൂടെ നമുക്ക് വി ക്യാൻ കീപ് ഇറ്റ് ആസ് എ കോൺസ്റ്റന്റ്. അപ്പോൾ അതിനെ നമുക്ക് a0 എന്ന് വിളിക്കാം. സോ വി ക്യാൻ സേ r is equal to n² a0. Here a0 is a constant quantity and can be written as, a0 എന്തായിരിക്കും, ഇവിടെയുള്ള ε0 h²/πme² ആയിരിക്കും, ε0 h²/πme². on substituting the values, അപ്പോൾ ഇതിനകത്തുള്ള എല്ലാ വാല്യൂ നമുക്കറിയാം. ε0യുടെ വാല്യൂ അറിയാം, പെർമിറ്റിവിറ്റിയുടെ വാല്യൂ അറിയാം, പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് അറിയാം, ചാർജ് അറിയാം, മാസ് അറിയാം, എല്ലാ വാല്യൂ അറിയാം. അപ്പോൾ നമുക്ക് ആ വാല്യൂസ് എല്ലാം അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, a0 is equal to 0.529 × 10⁻10 മീറ്റർ എന്ന് കിട്ടും. ഓർ വി ക്യാൻ സേ ഇറ്റ് ഇൻ ആംസ്ട്രോങ്, 0.529 ആംസ്ട്രോങ് എന്ന് കിട്ടും. ദാറ്റ് ഇസ് എ കോൺസ്റ്റന്റ് വാല്യൂ. സോ r എന്ന് പറഞ്ഞാൽ എന്തായിട്ട് മാറും, r is equal to n² × 0.529 ആംസ്ട്രോങ് എന്ന് കിട്ടും. സോ ബോർ റേഡിയസ് ഓഫ് ഓർബിറ്റ്സ് ഹാവിംഗ് n is equal to 1, 2, 3 etc. r നമുക്ക് ഇങ്ങനെ എഴുതാം. n is equal to 1, r1 എന്തായിട്ട് വരും, r1 will be equal to n എന്തായിട്ട് വരും, 1 ആവും അല്ലെ, 1² × 0.529 ആയിരിക്കും, which will be 0.529 ആംസ്ട്രോങ്. നെക്സ്റ്റ് ഈസ് when n is equal to 2, that is r2. അപ്പോൾ എന്തായിട്ട് n എന്തായിട്ട് വരും, 2 ആയിട്ട് വരും. അപ്പോൾ 2² × 0.529 which is equal to 2.11 ആംസ്ട്രോങ് എന്ന് കിട്ടും. നെക്സ്റ്റ് ഈസ് when n is equal to 3, is r3 is equal to 3² × 0.529 which is equal to 4.75 ആംസ്ട്രോങ് എന്ന് കിട്ടും. സിമിലർലി n is equal to 4 is equal to 8.4 ആംസ്ട്രോങ്. അപ്പോൾ അങ്ങനെ ഓരോ ലെവലുകളായിട്ട് നമുക്ക് എടുക്കാം. So next is the derivation of energy of an electron in an orbit. അപ്പം റേഡിയസ് നമ്മൾ കണ്ടു, അടുത്ത derivation of energy of an electron in an orbit ആണുള്ളത്. So the energy of an electron in an orbit is the sum of its potential and kinetic energy. അപ്പോൾ ഇലക്ട്രോണിന്റെ ഓർബിറ്റൽ എനർജി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, which will be the sum of kinetic energy and potential energy. അപ്പോൾ രണ്ടിന്റെയും കൂടെ സമ്മിനെയാണ് നമ്മൾ ടോട്ടൽ എനർജി ET എന്നുകൊണ്ട് റെപ്രസെന്റ് ചെയ്യുക. kinetic energy എന്ന് പറയുന്നത് എന്തായിരിക്കും, ഹാഫ് mv² ആയിരിക്കും. പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് -ZE²/4πε0 r ആയിരിക്കും. 1/4πε0 Q1 Q2/r എന്ന് പറയുന്ന പോലെ നമുക്ക് ഇവിടെ എടുക്കാം.
അപ്പോൾ മൈനസ് ഇസഡ് ഇ സ്ക്വയർ ബൈ 4 പൈ എപ്സിലോൺ 0 ആർ എന്ന് കിട്ടും, വിച്ച് ഈസ് ഇക്വേഷൻ നമ്പർ 7. അപ്പോൾ നമ്മൾ ഈ മൈനസ് സൈനെ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ബ്രാക്കറ്റ് അങ്ങ് കളയാം അല്ലേ. അപ്പോൾ എന്ത് കിട്ടും, ഈ ടോട്ടൽ എന്ന് പറഞ്ഞാൽ ഹാഫ് എം ബി സ്ക്വയർ മൈനസ് ഇസഡ് ഇ സ്ക്വയർ ബൈ 4 പൈ എപ്സിലോൺ 0 ആർ എന്ന് നമുക്ക് കിട്ടും. സോ ഫ്രം ഇക്വേഷൻ 1 നേരത്തെ എഴുതി നമ്മൾ ഇക്വേഷൻ 1 നമ്മൾ എം ബി സ്ക്വയർ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അതായത് എം ബി സ്ക്വയർ ഇസിക്കൽ ഇസഡ് ഇ സ്ക്വയർ ബൈ 4 പൈ എപ്സിലോൺ 0 ആർ എന്നായിരുന്നു. അതിനെ എന്ത് ചെയ്യണം, വി ക്യാൻ put this value in equation 7. അപ്പോൾ പ്രീവിയസ് ഈ 7ൽ നമ്മൾ ആ വാല്യൂ ഇട്ടാൽ നമുക്ക് എന്ത് കിട്ടും, ഈ ടി ഈസ് ഈക്വൽ ടു നമുക്ക് ഇങ്ങനെ ഒരു വാല്യൂ കിട്ടും, ഇസഡ് ഇ സ്ക്വയർ ബൈ 2 into 4 പൈ എപ്സിലോൺ 0 ആർ മൈനസ് ഇസഡ് ഇ സ്ക്വയർ ബൈ 4 പൈ എപ്സിലോൺ 0 ആർ. 2 into 4 എന്തായിട്ട് വരും, 8 പൈ എപ്സിലോൺ 0 ആർ ആയിട്ട് വരും. ദാറ്റ് ഈസ് ഇസഡ് ഇ സ്ക്വയർ ബൈ 8 പൈ എപ്സിലോൺ 0 ആർ മൈനസ് ഇസഡ് ഇ സ്ക്വയർ ബൈ 4 പൈ എപ്സിലോൺ 0 ആർ. അതിൽ നിന്ന് ഇസഡ് ഇ സ്ക്വയർ ബൈ 4 പൈ എപ്സിലോൺ 0 ആർ നമുക്ക് പുറത്തേക്ക് എടുക്കാം. അപ്പോൾ ബ്രാക്കറ്റിനകത്ത് എന്തായിട്ട് വരും, ഹാഫ് മൈനസ് 1 ആയിട്ട് വരും. ദാറ്റ് ഈസ് മൈനസ് ഹാഫ് അല്ലേ, മൈനസ് ഹാഫ് ആയിട്ട് വരും. അപ്പോൾ ആ 2 മൈനസ് ഹാഫിന്റെ 2 കൊണ്ട് ഈ 4നെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഡിനോമിനേറ്റർ 8 പൈ എപ്സിലോൺ 0 ആർ വരും. അപ്പോൾ മൈനസ് 1 അല്ലെ, അകത്ത് മൈനസ് ഹാഫിന് മൈനസ് 1 ഉണ്ട്, ദാറ്റ് വിൽ ബി മൈനസ് ഇസഡ് ഇ സ്ക്വയർ ആയിട്ട് കിട്ടും. അപ്പോൾ ഇ എൻ ഈസ് ഈക്വൽ ടു മൈനസ് ഇസഡ് ഇ സ്ക്വയർ ബൈ 8 എപ്സിലോൺ 0 ആർ എന്ന് കിട്ടും, വിച്ച് ഈസ് ഇക്വേഷൻ നമ്പർ 8. പുട്ടിംഗ് ദ വാല്യൂ ഓഫ് ആർ ഫ്രം ഇക്വേഷൻ 5, നേരത്തെ കണ്ടുപിടിച്ച ആറിന്റെ വാല്യൂ ഇക്വേഷൻ 5ൽ നിന്ന് ഇങ്ങോട്ട് ഇക്വേഷൻ നമ്പർ 8ലേക്ക് ഇടുക. ഇവിടെ ആറിന്റെ സ്ഥാനത്ത് ആ വാല്യൂ ഇടുക. അപ്പോൾ എന്ത് കിട്ടും, മൈനസ് ഇസഡ് ഇ സ്ക്വയർ ബൈ 8 പൈ എപ്സിലോൺ 0 ഇൻറ്റു ഇസഡ് ഇ സ്ക്വയർ പൈ എം ബൈ എപ്സിലോൺ 0 എൻ സ്ക്വയർ എസ് സ്ക്വയർ എന്ന് കിട്ടും. So from that we can write en is equal to minus z square e raised to 4 m divided by 8 epsilon 0 square n square s square എന്ന് കിട്ടും, which is equation number 9. അപ്പോൾ നമുക്ക് ഫോർ ഹൈഡ്രജൻ ആറ്റം നമുക്കറിയാം ഇസഡ് 1 ആണ്. അപ്പോൾ ഇസഡ് അങ്ങ് പോകും അല്ലേ, പിന്നെ എന്തേ കാണത്തുള്ളൂ, en is equal to minus m e raised to 4 by 8 epsilon 0 square n square s square എന്ന് കിട്ടും. അതിൽ നിന്ന് നമുക്ക് 1 by n square അങ്ങ് ഒരു ബ്രാക്കറ്റിനകത്ത് വെച്ചിട്ട് ബാക്കിയെല്ലാം പുറത്തേക്ക് എടുത്ത് എഴുതിയാൽ നമുക്ക് എങ്ങനെ എഴുതാം, മൈനസ് എം ഇ റേസ് ടു 4 ബൈ 8 എപ്സിലോൺ 0 സ്ക്വയർ എച്ച് സ്ക്വയർ എന്ന് പറയാം. അപ്പോൾ ഈ ഇക്വേഷൻ കാണുന്നത് നമുക്കറിയാം, നേരത്തെ നമ്മൾ എഴുതിയ എനർജിയുടെ ഇക്വേഷനുമായിട്ട് ബന്ധമുണ്ട് അല്ലേ. നമ്മൾ എനർജിയുടെ ഇക്വേഷൻ നേരത്തെ എഴുതിയത് എങ്ങനെയാണ്, ഈസ് ഈക്വൽ ടു മൈനസ് ആർ ഇൻറ്റു 1 ബൈ എൻ സ്ക്വയർ എന്നാണ് എഴുതിയത്. അപ്പോൾ സോ ദിസ് ഹാസ് ടു ബി എ കോൺസ്റ്റന്റ് അല്ലേ, ഒരു കോൺസ്റ്റന്റ് ആയിരിക്കണം. സോ അതിന്റെ വാല്യൂ എന്തായിരിക്കും, നമ്മൾ നേരത്തെ പറഞ്ഞ ആർ എന്ന് പറയുന്ന കോൺസ്റ്റന്റ് തന്നെ ആയിരിക്കും. that is equal to m e raised to 4. അപ്പോൾ അത് ജൂൾസിലാണ്, നമ്മൾ നേരത്തെ RY എന്നാണ് നമ്മൾ എടുത്തത് അല്ലേ, റൈറ്റ്ബർഗ് എനർജി ആയിട്ടാണ് എടുത്തത്, which is equal to minus 2.178 into 10 raised to minus 18 joules. അപ്പോൾ we can represent it as a constant. മൈനസ് k by n square ആയിട്ട് നമുക്ക് എഴുതാം. if we say k as minus 2.178 into 10 raised to minus 18 joules, നമുക്ക് അങ്ങനെ എഴുതാം, en is equal to minus k by n square നമുക്ക് എടുക്കാം. അപ്പോൾ അടുത്ത for 1 mole of electron എങ്ങനെ നമുക്ക് കാണാം, ഒരു മോൾ ഓഫ് ഇലക്ട്രോണിന്റെ കേസിൽ നമ്മൾ അവഗാഡ്രോ നമ്പർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 6.023 into 10 raised to 23 ഇവിടെ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടും, en is equal to minus k by n square into 6.023 into 10 raised to 23 ജൂൾ പെർ മോൾ എന്ന് കിട്ടും. കിലോ ജൂൾ പെർ മോൾ ആക്കാൻ നമ്മൾ എന്ത് ചെയ്യണം, 1000 വെച്ച് ഡിവൈഡ് ചെയ്യണം. സോ നമുക്ക് എന്ത് കിട്ടും, ഒരു വാല്യൂ കിട്ടും, അതായത് 1313.315 into 1 by n square കിലോ ജൂൾ പെർ മോൾ എന്നൊരു വാല്യൂ കിട്ടും. സോ ദിസ് ഇസ് ദ എനർജി അസോസിയേറ്റഡ് വിത്ത് 1.008 gram atoms of hydrogen. The gram atoms of hydrogen എന്ന് പറയുന്നത് എന്തായിരിക്കും, gram atomic mass is the atomic weight expressed in grams അല്ലെ, അതാണ് gram atomic mass എന്ന് പറയുന്നത്. gram atoms എന്ന് പറയുന്നത് എന്തായിരിക്കും, gram atomic mass is the atomic weight expressed in grams. അറ്റോമിക് വെയിറ്റിനെ ഗ്രാംസിൽ എക്സ്പ്രസ് ചെയ്യുന്നതിനാണ് നമ്മൾ ഗ്രാം ആറ്റം അല്ലെങ്കിൽ ഗ്രാം അറ്റോമിക് മാസ് എന്ന് പറയുക. അപ്പോൾ ഈ മേലിൽ പറഞ്ഞിരിക്കുന്ന എനർജി എന്താണ്, എനർജി അസോസിയേറ്റഡ് വിത്ത് 1.008 gram atoms of hydrogen ആണ് നമുക്ക് ഇവിടെ കിട്ടുക. if n is equal to 1, 2, 3 then E1 എന്ന് പറയുന്നത് എന്തായിട്ട് എഴുതാം, 1 by 1 square ആയിട്ട് വരും അല്ലേ. പുട്ട് എന്നിന്റെ സ്ഥാനത്ത് എന്ത് ചെയ്യും, നമ്മൾ 1 ഇടുക, അപ്പോൾ 1 square by 1 square എന്ന് കിട്ടും. അപ്പോൾ E1 എന്ന് പറഞ്ഞാൽ അത് തന്നെ ആയിരിക്കും, മൈനസ് 1313.315 കിലോ ജൂൾ പെർ മോൾ എന്ന് കിട്ടും. സിമിലർലി E2 എന്ത് കിട്ടും, ഇവിടെ 2 സ്ക്വയർ വരും അല്ലേ, ഇവിടെ n എന്ന് പറയുന്നത് 2 ആയിട്ട് മാറും. അപ്പോൾ മൈനസ് 328.32 കിലോ ജൂൾ പെർ മോൾ എന്ന് കിട്ടും. അങ്ങനെ ഓരോ E3, E4, E5 എല്ലാത്തിൻ്റെയും വാല്യൂ നമുക്ക് ഇതേ മെത്തേഡിൽ നമുക്ക് എഴുതാം. അപ്പോൾ the first energy level when n is equal to 1 is called the ground state of hydrogen atom. All others are called excited states. അപ്പോൾ E1 നമ്മൾ എന്ത് പറയും, ground state എന്ന് പറയും. മറ്റുള്ള എല്ലാത്തിനെയും നമ്മൾ എന്തെന്ന് പറയും, excited states of hydrogen atom എന്ന് പറയും. The first energy level when n is equal to 1 is called the ground state. അപ്പോൾ ground state ആണ് ഇവിടെ താഴെ കാണിച്ചിരിക്കുന്നത്, n is equal to 1 എന്ന് പറയുന്നത്. അപ്പോൾ അത് എന്ത് ചെയ്യുന്നു, എക്സൈറ്റഡ് സ്റ്റേറ്റ് ആയ തൊട്ടടുത്ത എക്സൈറ്റഡ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് n is equal to 2 ആണ്, അതിൽ നിന്ന് കുറച്ച് അകലെയാണ് അല്ലെ, കുറച്ച് താഴെയായിട്ട് വരും. അപ്പോൾ അതിൻ്റെ എനർജിയാണ് മൈനസ് 1313.315 കിലോ ജൂൾ പെർ മോൾ എന്ന് പറയുന്നത്. അതിൻ്റെ തൊട്ട് മേളിൽ പിന്നെ n is equal to 2, then n is equal to 3, n is equal to 4 and n is equal to 5 അങ്ങനെ വരും. അപ്പോൾ അങ്ങ് മേളിലേക്ക് പോകുന്നതനുസരിച്ച് എന്ത് ചെയ്യും, ലൈൻസ് ക്ലോസ്ലി സ്പേസ്ഡ് ആയിരിക്കും. നെക്സ്റ്റ് ഈസ് ദ ഫ്രീക്വൻസി ഓഫ് റേഡിയേഷൻ എമിറ്റഡ് ബൈ ആൻ ഇലക്ട്രോൺ.
അപ്പോൾ അടുത്തത് ഫ്രീക്വൻസി ഓഫ് റേഡിയേഷൻ. ഇലക്ട്രോൺ എമിറ്റ് ചെയ്യുന്ന ഫ്രീക്വൻസി ഓഫ് റേഡിയേഷൻ എന്തായിരിക്കും എന്നുള്ളതാണ് അടുത്തത്. നേരത്തെ എഴുതിയ ഇക്വേഷൻ നമ്പർ 9 നമുക്ക് എങ്ങനെ എഴുതാം? En = -z² e⁴m/8ε02 n²h² എന്ന് എഴുതാം. അപ്പോൾ n1ന്റെ എനർജി നമുക്ക് E1 ആയിട്ട് റെപ്രസെന്റ് ചെയ്യാം. അതുപോലെ n2ന്റെ E2 ആയിട്ടും റെപ്രസെന്റ് ചെയ്യാം. E1 എങ്ങനെയായിരിക്കും? -z² e⁴m/8ε0 n1² ആയിരിക്കും. ഇവിടെ n-ന്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കണം? n1 കൊടുക്കണം. n1² h² എന്ന് കൊടുക്കുക. അതിൽ E2 എന്ന് പറയുന്നത് എന്തായിട്ട് വരും? E2 will be -z² e⁴m/8ε02 n2² h² എന്ന് കിട്ടും. അപ്പോൾ E1 E2 നമുക്ക് കിട്ടി. ഇനി എന്ത് വേണം? നമുക്ക് രണ്ടിന്റെയും കൂടെ ഡിഫറൻസ് എടുത്താൽ മതി. അല്ല, ഡെൽറ്റ E will be E2 - E1. രണ്ടിന്റെയും കൂടെ ഡിഫറൻസ് എടുക്കുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? -z² e⁴m/8ε02 h² 1/n2² - 1/n1² എന്ന് കിട്ടും. അല്ല, ഇവിടെ ഒരു മൈനസ് സൈൻ ഉണ്ട്. മൈനസ് സൈൻ തിരിഞ്ഞു വരുമ്പോൾ എന്ത് ചെയ്യും? 1/n2² - 1/n1² എന്ന് കിട്ടും. ഒരു മൈനസ് സൈൻ ഞാൻ പുറത്ത് വെച്ചിട്ടുമുണ്ട് അല്ലേ. അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? ഇവിടെ മൈനസ് സൈൻ വരും. അകത്തോ എന്തായിട്ട് വരും? പ്ലസ് സൈൻ ആയിട്ട് വരും. അല്ലെ, ഇവിടെ മൈനസും കൂടെ പ്ലസ് ആണ്. അപ്പോൾ പ്ലസ് സൈൻ വരാൻ വേണ്ടി എന്ത് ചെയ്യും? ഇത് n2² - 1/n1² എന്ന് എഴുതണം. ഫോർ ഹൈഡ്രജൻ ആറ്റം Z = 1 ആണ്. അപ്പോൾ എന്ത് കിട്ടും? ഈ Z അങ്ങ് പോകും അല്ലേ. ന്യൂമറേറ്ററിൽ Z അങ്ങ് പോയിട്ട് -e⁴m/8ε02 h² 1/n2² - 1/n1² നമുക്ക് കിട്ടും. അതിൽ നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇതെന്ന് പറയുന്നത് എന്താണ്? റൈഡ്ബർഗ് എനർജിയാണ്. 2.18 × 10⁻18 ജൂൾസ് ആണ്. അപ്പോൾ we get this delta E = 2.18 × 10⁻18 1/n1² - 1/n2² എന്ന് കിട്ടും. പക്ഷേ പ്ലാങ്ക്സ് ക്വാണ്ടം തിയറി അനുസരിച്ച് നമുക്ക് അറിയാം ഡെൽറ്റ ഇ എന്ന് പറയുന്നത് എന്താണ്? hν ആണ് അല്ലേ. hν ആണ്. അപ്പോൾ അതെടുത്ത് എന്ത് ചെയ്യണം? ഈ LHSൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ വി ഗെറ്റ് hν = 2.18 × 10⁻18 × 1/n1² - 1/n2² എന്ന് വെച്ചു, വിച്ച് ഈസ് ഇക്വേഷൻ നമ്പർ 11. അപ്പോൾ അഗൈൻ നമുക്ക് എങ്ങനെ എഴുതാം? hν = me⁴ × 1/n1² - 1/n2² എന്ന് എഴുതാം. അതിൽ നിന്ന് ന്യൂ എന്ത് കിട്ടും? ന്യൂ ആകുമ്പോൾ ഈ എച്ചിനെ ഈ താഴെ ഡിനോമിനേറ്ററിൽ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ h³ ആയിട്ട് വരും. me⁴/8ε0 h³ × 1/n1² - 1/n2². അത്രയും ഹെർട്സ് ആയിരിക്കും. അല്ലെ, ഫ്രീക്വൻസി ആകുമ്പോൾ നമുക്ക് ഹെർട്സ് എന്ന് പറയാം, അല്ലെങ്കിൽ സൈക്കിൾസ് പെർ സെക്കൻഡ് എന്ന് പറയാം. അപ്പോൾ അതിന് നമ്മൾ വാല്യൂ ഇട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് എങ്ങനെ എഴുതാം? 3.29 × 10⁻15 × 1/n1² - n2² ഹെർട്സ് എന്ന് പറയാം. ദാറ്റ് ഈസ് ദ frequency of radiation. So that is all for the time being. Thank you.